ശാസ്ത്രജ്ഞനായി കയറി ഒരു സയൻറ്റിസ്റ്റായി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ വ്യാപരിപ്പാനിടയായി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചുള്ള ഫെയ്ത്ത് സിറ്റിയുടെ സീനിയർ പാസ്റ്ററായി ലോകമെമ്പാടും ദൈവത്തെ ഘോഷിപ്പാൻ അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെച്ച് ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. ആയിരങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയോട് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ ധൈര്യം ഈ മീറ്റിങ്ങിൽ കാണുവാനിടയായി. എറണാകുളത്തായിരുന്നപ്പോൾ ഞങ്ങൾ വിഷമത്തോടെ വിളിച്ചപ്പോൾ പറഞ്ഞു, ബിബിയോട് പറഞ്ഞു, പേടിക്കണ്ട, പന്തലിടണ്ട, മഴയെ ദൈവം നിർത്തും. പന്തലിടുവാൻ പലപ്പോഴും ഒരുങ്ങിയതാണ്. ഞാൻ പറഞ്ഞത്, എൻ്റെ യേശു ജീവിക്കുന്നു, ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്നു, അബ്രഹാമിന്റെ ദൈവം ജീവിക്കുന്നു, ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്നു, അപ്പോസ്തലന്മാരുടെ ദൈവം ജീവിക്കുന്നു. ഇന്ന് രാത്രികാലം എനിക്കൊരു ഉറപ്പുണ്ട്, കർത്താവിന്റെ ദാസൻ വചനവുമായി എഴുന്നേൽക്കുമ്പോൾ ഇവിടെ നിന്ന് വീശുന്ന നിങ്ങളുടെ സ്തോത്രവും ഹല്ലേലൂയയും ഈ ദേശത്ത് വലിയൊരു വിടുതൽ പ്രാപിപ്പാനിടയായി തീരും. ആയതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ വളരെ പ്രാർത്ഥനയോടായിരിക്കുക. അല്പസമയം പാസ്റ്റർ PR ബേബി നമ്മളോട് സംസാരിക്കും. Pastor, we are happy to have you here this evening to preach the gospel. It has been always a pleasure. Put your hands together for this wonderful man of God who has strengthened people. And I also take this time to thank all these great men of God, all the pastors, all the conveners, Joseph Baby Pastor, Cletus Pastor, and all their church members, Pastor Kumarapuram Suresh of Hidayah Sangamam, and a lot of other pastors, Pastor Daniel Konal, and a lot of other pastors are here. But we thank you, because this is not a Faith City event. This is an event for the glory of God. And this is a message against drugs and alcohol. We want God to touch this place. And Pastor PR Baby have got this vision to touch people. He has come across the barriers of church, and he wanted to preach that he wanted this city to be blessed in the name of Jesus. Once again, put your hands together for this great man of God, Pastor PR Baby. Praise God. Hallelujah. 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 ഇന്ന് രാത്രി ഈ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുമെന്ന് ഇന്നലെ ഉച്ച വരെ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. രാവിലെ 5 മണിക്ക് എറണാകുളത്ത് നിങ്ങൾ വണ്ടി വിട്ടിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടും മഴ ശമിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പത്രങ്ങൾ പറഞ്ഞു, റിപ്പോർട്ടുകൾ പറഞ്ഞു, കാലാവസ്ഥ കണ്ണുകൊണ്ട് കണ്ടു. ഈ കടപ്പുറത്ത് ഇന്നലെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ മുഴുവൻ മേഘാവൃതമാണ്. പ്രൈസ് ഗോഡ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇതുപോലെ ഇവിടെ ഇരുത്തിയ ദൈവത്തിനൊരു സ്തോത്രം പറ. The name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Praise God. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പ്രാർത്ഥിച്ച എന്തെങ്കിലുമൊക്കെ നടക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ കാലാവസ്ഥ അനുകൂലമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കൾ കരമുയർത്തി അവൻ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഉത്തരം പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കേരളം രക്ഷപ്പെട്ടു, തിരുവനന്തപുരം രക്ഷപ്പെട്ടു, ഭാരതം രക്ഷപ്പെട്ടു, ഈ ലോകം രക്ഷപ്പെട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. BBC ഓരോ മണിക്കൂർ ഇടവിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് 25-ാം തീയതി വരെ കേരളം പരക്കെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്, പ്രൈസ് ഗോഡ്, കനത്ത മഴയായിരിക്കും. ആരും കടലിൽ പോകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പത്രങ്ങൾ പറഞ്ഞു, TV പറഞ്ഞു, കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞു. എന്നാൽ എൻ്റെ നിങ്ങളുടെ വിശ്വാസം പറഞ്ഞു മഴ പെയ്യത്തില്ല. പ്രൈസ് ഗോഡ്. വെള്ളിയാഴ്ച രാവിലെ ഇനി ഇവിടുന്ന് ബിബി, ലാലി, പ്രൈസ് ഗോഡ്, ഡെന്നിസ്, ഇവരെല്ലാം കൂടെ വിളിച്ചു. അവർ പറഞ്ഞു, പത്ര റിപ്പോർട്ട് അനുസരിച്ച് റിസ്ക് എടുക്കണോ, റിസ്ക് എടുക്കണോ. ഇതിൻ്റെ മുമ്പിൽ ഒരു ഡോം. പ്രൈസ് ഗോഡ്. അവരൊരളവ് പറഞ്ഞു. ഞാൻ ചോദിച്ചു,
സ്റ്റീഫൻ ദേവസ് ഇവിടെ വരുമ്പം ഈ പറഞ്ഞ അളവിനുള്ള ഒരു ഡോം ഇട്ടാൽ ജനം അതിനകത്ത് ജനത്തിനത് മതിയാകുമെന്ന് തോന്നുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ക്ലീറ്റസ് വിളിച്ചു പറഞ്ഞു, അതൊന്നും നടക്കത്തില്ല. പിന്നെ എന്തിനാ ഡോം? അഥവാ മഴ പെയ്താൽ തല നനയാതെ ചിലർക്കെങ്കിലും വല്ല രോഗികളോ പ്രായമുള്ളവരോ കൊച്ചുങ്ങളോ ഉണ്ടെങ്കിൽ കയറി നിൽക്കാൻ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, കൊച്ചുങ്ങൾക്കും പ്രായമുള്ളവർക്കും രോഗികൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ തരാൻ കഴിവുള്ള ഒരുവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു, വരുന്നിടത്ത് വെച്ച് കാണും. നോ ഡോം, നോ പന്തൽ. ചുമ്മാ പറഞ്ഞതല്ല, ഉറപ്പുണ്ട്, ഉറപ്പുണ്ട്. എത്ര പേർക്ക് ഇന്ന് ഉറപ്പുണ്ട്? പ്രൈസ് ഗോഡ്. ഇവിടെ ഇരിക്കുന്ന സകലരോട് ഞാൻ ഒരു കാര്യം പറയാം. ഇനി ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ 2014 ആഗസ്റ്റ് 24 ഓർത്തോണം, കുറിച്ചിട്ടോണം. അന്ന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ അനുകൂലമാക്കി തന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ ഈ ഒരു പ്രോഗ്രാം നടക്കാതിരിക്കേണ്ടതിന് പോരാടിയ ശത്രുവിനെ തകർത്തുകൊണ്ട് എന്റെ യേശു എനിക്ക് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നുകൊണ്ട് പ്രകൃതി അനുകൂലമായി തന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തിരുവനന്തപുരം പട്ടണത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന നല്ല ദുഷ്ടശക്തികളെയും സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല ദുഷ്ടശക്തികളെയും യേശു ക്രിസ്തുവിന്റെ ആകാശത്തിന് ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സമാധാനം, ആ വാക്ക് എല്ലാവർക്കും പ്രിയങ്കരമാണ്. പക്ഷേ ആർക്കുണ്ട്? ആർക്കുണ്ട്? സമാധാന പ്രഭു അകത്തുള്ളവനിൽ അതുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. സമാധാന പ്രഭു ആര്? സമാധാന പ്രഭുവിനെ അറിയാവുന്നവർ ആ പേരൊന്ന് വിളിച്ചു പറ. സമാധാന പ്രഭു ആർ? സമാധാന പ്രഭു ആര്? സമാധാന പ്രഭു ആര്? യേശു. ആ യേശുവിന്റെ നാമം ഇവിടെ ഒന്ന് ഉയർത്താൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ഗോഡ്. ഹാർവസ്റ്റ് ടി.വി., ഡെന്നിസ്, ലാലി, ക്ലീറ്റസ്, അതിനേക്കാൾ കർത്താവിന്റെ ദാസന്മാർ, ഈ ഇരിക്കുന്നവര്, അവിടെ ഇരിക്കുന്നവര്, ഇവിടെ ഇരിക്കുന്നവര്, ഇതിന്റെ ചുറ്റും ഓടി നടക്കുന്നവര്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പേരെടുത്ത് പറഞ്ഞാൽ തീരത്തില്ല. അതിന് വേണം 1 മണിക്കൂർ. തീരുമോ? എന്നിട്ടും തീരത്തില്ല. ഞാൻ ഒരു കാര്യം എനിക്കറിയാം, ഇത്രയും ദൈവദാസന്മാരും ദൈവമക്കളും ഒന്നിച്ച് നിന്ന് ഇതുപോലെ ആകാശത്തെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ, പ്രൈസ് ഗോഡ്, നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ മറ്റു പലതും നിയന്ത്രിക്കാൻ പോകുകയാണ്. മറ്റു പലതും നമ്മൾ നിയന്ത്രിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കയ്യിലാണ് രാജ്യത്തിന്റെ ഭാവി, കേരളത്തിന്റെ ഭാവി, ലോകജനത്തിന്റെ ഭാവി. നമ്മൾ നിയന്ത്രിക്കും, നമ്മൾ നിയന്ത്രിക്കും. എങ്ങനെ നിയന്ത്രിക്കും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളെല്ലാവരും സമാധാനം 2 വിധത്തിലുണ്ടാക്കാം. ഒന്ന്, ചില വിഷയങ്ങളിൽ ഇടപെട്ട് സമാധാനം ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായതുകൊണ്ടാണ് ദൈവമക്കളാകുന്നത്. ഒരു ദേശത്ത് നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രാമത്തിൽ നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു പട്ടണത്തിൽ നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ഓഫീസിൽ നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു സ്കൂളിലോ കോളേജിലോ ബാങ്കിലോ നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, അവിടെ സമാധാനം കെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടായാൽ, ഒരുപക്ഷെ 2 പേർ തമ്മിലുള്ള വഴക്കാകാം, അല്ലെങ്കിൽ ഒരു ഇസത്തിന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ ദൈവത്തിന് ചേരി തിരിഞ്ഞുള്ള പ്രശ്നമാകാം, അല്ലെങ്കിൽ ജാതി തിരിഞ്ഞുള്ള പ്രശ്നമാകാം. അവിടെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് നിന്ന് സമാധാനമുണ്ടാക്കുവാൻ ദൈവം നമ്മെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ ദൈവമക്കളാകേണ്ടത്. പ്രശ്നം വരുമ്പോൾ തന്നെ ഒന്നുകൂടെ കത്തിച്ചു കൊടുക്കുന്നവരാണ് ഇന്ന് ലോകത്തില്.
പ്രൈസ് ഗോഡ്. ഭാര്യ ഭർത്താക്കന്മാരിൽ പ്രശ്നമുണ്ടായാൽ അവിടെ കത്തിക്കും. അപ്പനും മക്കളും തമ്മിൽ പ്രശ്നമുണ്ടായാൽ അവിടെ കത്തിക്കും. ആമേൻ. സഭയിൽ പ്രശ്നമുണ്ടായാൽ കുറച്ചുകൂടെ കത്തിക്കും. അതൊക്കെ അങ്ങ് നിർത്തിയിട്ട് ദൈവത്തിന് സ്തോത്രം, ഞാനും ഉൾപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ വീട്ടു ചുറ്റുപാടുകളിൽ, എൻ്റെ വാർഡിൽ, എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ കോർപ്പറേഷനിൽ ഒരു പ്രശ്നമുണ്ടായാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരം ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ആമേൻ. അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. പ്രൈസ് ഗോഡ്. അവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പൊ അങ്ങനെയുള്ള സമാധാന പ്രഭുവിനെ അകത്താക്കിയ ദൈവമക്കൾ ഒരു പട്ടണത്തിൽ, ഒരു ഗ്രാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ഒത്തുകൂടുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള അത്ഭുതങ്ങൾ നിത്യസംഭവങ്ങളായി മാറും. പ്രൈസ് ഗോഡ്. തിരുവനന്തപുരം പട്ടണത്തിൽ പ്രൈസ് ഗോഡ്, കേരളത്തിന്റെ പ്രദേശങ്ങളിൽ പത്രം പറഞ്ഞു 7 പേര് മരിച്ചു ഇന്നലെ. 7 പേര് മരിച്ചു ഇന്നലെ. പക്ഷെ ഇന്ന് ഒരൊറ്റ എണ്ണം മരിച്ചിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് കൊണ്ട് മാത്രം. അകാല മരണങ്ങളെ മാറ്റുവാൻ, അപകട മരണങ്ങളെ മാറ്റുവാൻ, മദ്യപാനത്തെ മാറ്റുവാൻ, മയക്കുമരുന്നിന് അതിർത്തി വരുത്തുവാൻ, പ്രൈസ് ഗോഡ്, ദേശത്ത് സമാധാനം വരുത്തുവാൻ, പ്രൈസ് ഗോഡ്, പോലീസിനും പട്ടാളത്തിനും കഴിയുന്നതിനേക്കാൾ ദൈവമക്കൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. പ്രൈസ് ഗോഡ്. നമ്മൾ ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നിവിടുന്ന് പോകണം. പോരാ, പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. ഹല്ലേലൂയ. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. നിയമപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവചനം വ്യക്തമായി പറയുന്നു, നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലീസിന് തലവേദന കുറയും, ഡോക്ടർമാർക്ക് തലവേദന കുറയും, ജയിലിലുള്ളവർക്ക് തലവേദന കുറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും. തലതിരിഞ്ഞു പോയ സന്തതികൾ മടങ്ങി വരും. The name of Jesus. ഈ ദേശത്തെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തലതിരിഞ്ഞു പോയ യുവജനങ്ങളാണ്. അവരെ മടക്കി വരുത്തുവാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ കരമുയർത്തി ഒരു സ്തോത്രം പറയാമോ? ഒരു സ്കിറ്റ് നിങ്ങൾ കണ്ടല്ലോ. കാണാത്തോട് ഞാൻ പറയാം. വീട് പറമ്പ് പണയം വെച്ച് ഏക മകനെ എഞ്ചിനീയറിംഗ് കോളേജിൽ അയച്ചൊരു പിതാവ്, അവരുടെ പ്രതീക്ഷ അവൻ പഠിച്ചു മടങ്ങി വരുമ്പോൾ അവൻ വീട് രക്ഷപ്പെടും. പക്ഷേ അവൻ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പഠിത്തം പൂർത്തിയാക്കാൻ കഴിയാതെ മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിതം നശിക്കുന്നത് കണ്ടപ്പോൾ അവനെ പെറ്റു വളർത്തിയ മാതാവും അവനെ പഠിപ്പിക്കാൻ അയച്ച പിതാവും നിരാശയിലായി പിതാവ് ആത്മഹത്യ ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ചെട്ടിയാർക്കും തേവർക്കും ഒക്കെ കൊണ്ട് പണം കൊടുത്ത് എഞ്ചിനീയറിങ്ങിനും മറ്റ് പ്രൊഫഷണൽ കോളേജുകളിലും അഡ്മിഷൻ മേടിച്ച കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഉത്തരവാദം മറന്ന്, കുടുംബത്തിൻ്റെ അവസ്ഥ മറന്ന്, മാതാപിതാക്കളെ മറന്ന്, തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം മറന്ന്, ഹല്ലേലൂയ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവരെ മടക്കി വരുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. മനുഷ്യന് സമാധാനം നഷ്ടപ്പെടുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? പ്രൈസ് ഗോഡ്. ഒന്ന്, സാമ്പത്തിക വിഷയങ്ങളിലൂടെ. എന്തെല്ലാം ഉണ്ടായാലും കടം കയറി മുടിഞ്ഞവന് ഉറക്കം വരത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2, രോഗങ്ങളിലൂടെ. ദൈവത്തെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടായാലും, മാളികയും കാറും ബാങ്ക് ബാലൻസും ഉണ്ടായാലും, വീട്ടിനകത്തൊരു വ്യക്തി സുഖമില്ലാതെ കിടന്നാൽ ആ കുടുംബത്തിന്റെ സമാധാനം പോകും. പ്രൈസ് ഗോഡ്. 3, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അപകടങ്ങളിൽ കൂടെ, അപകട മരണങ്ങളിൽ കൂടെ. പ്രൈസ് ഗോഡ്. സന്തോഷമായി കല്യാണത്തിന് പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് ആക്സിഡന്റായി ഒരു കുടുംബം തീർന്നു പോയെന്ന് കേൾക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ചങ്ക് വേദനിക്കുന്നവർ കരം ഉയർത്തി സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം പെട്ടെന്ന് പറയാം. ആലുവ പുളിഞ്ചോടെന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ ഒരു ആരാധന തുടങ്ങുന്ന വരെ എന്നും അപകടങ്ങളുടെ പരമ്പര നടക്കുന്നൊരു സ്ഥലമായിരുന്നു. കേരളത്തിൽ ചില സ്ഥലങ്ങളുണ്ട്, തമിഴ്നാട്ടിൽ സ്ഥലങ്ങളുണ്ട്, അനേക എല്ലാ സ്റ്റേറ്റുകളിലും അതുപോലെ സ്ഥലങ്ങളുണ്ട്. രാജ്യത്തെല്ലാം അതുപോലുള്ള പിശാചിന്റെ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തൃശ്ശൂരിനടുത്ത് മണ്ണുത്തി ഒരു കുഴപ്പവുമില്ലാത്ത സ്ഥലമാണ്. നല്ല റോഡാണ്. എല്ലാ
പണിയും ചെയ്തു നോക്കി. പക്ഷെ അവിടെ നടക്കുന്ന ആക്സിഡൻസ് കുടുംബങ്ങളെയും വ്യക്തികളെയും തീർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. തമിഴ്നാട്ടിൽ ചെങ്കൽപ്പേട്ട് എന്നും അപകടങ്ങളാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ എറണാകുളത്ത് കാക്കനാടുള്ള ഒരു സ്ഥലം പൂജാരി വളവ്, എത്ര എണ്ണമാ അവിടെ ഹോമിക്കപ്പെട്ടതെന്നറിയാമോ? ഇത് വളവിന്റെ കുഴപ്പമല്ല, ഇത് റോഡിന്റെ കുഴപ്പമല്ല. പ്രൈസ് ഗോഡ്, ഇത് നാടിന്റെ കുഴപ്പമല്ല. അവിടെ കുടിയിരുന്നു കൊണ്ട് ഈ മനുഷ്യന്റെ രക്തമൂറ്റി കുടിച്ചുകൊണ്ട് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന പൈശാചിക കുടിയിരിപ്പുകൾ ചില സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ കെട്ടുകൾ അഴിക്കുന്ന, പിശാചിന്റെ പ്രവർത്തികളുടെ കെട്ടുകൾ അഴിക്കുന്ന യേശുവിന്റെ കൃപ അവിടെ വ്യാപരിച്ചു കഴിയുമ്പോൾ പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് അന്തം വരും. പ്രൈസ് ഗോഡ്. പുളിഞ്ചോട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കണ്ട മറുപടി പറയാം. അതിനുശേഷം ഇന്ന് വരെ അപകട മരണം അവിടെ ഉണ്ടായിട്ടില്ല. പ്രൈസ് ഗോഡ്. അപകട മരണങ്ങൾ സമാധാനം കെടുത്തുന്ന വിഷയം. അടുത്തത്, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, കുടുംബ പ്രശ്നങ്ങൾ. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഉറങ്ങുന്നത് 2 മുറിയിൽ. കാരണം ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ. ചിലർക്ക് ശാരീരികം, മറ്റു ചിലർക്ക് മാനസികം, ചിലർക്ക് സംശയം, ചിലർക്ക് സമ്പത്ത്, ചിലർക്ക് വിദ്യാഭ്യാസം, ചിലർക്ക് പൊക്കം, ചിലർക്ക് വണ്ണം. ഇങ്ങനെയുള്ള ചേർച്ചയില്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കുടുംബത്തിനകത്ത് സമാധാനം കെടുത്തിക്കൊണ്ട് അവൻ അനേക കുടുംബങ്ങളെ എരുതിയിലാക്കിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റാൻ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ശക്തിയോടെന്ന് വിശ്വസിക്കുന്നവർ ഒരു സ്തോത്രം ചെയ്താട്ട്. ഈ മൈറ്റി തണ്ടർ കഴിയുമ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തലമുറകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായി തകർത്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഒരു ജയമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, പ്രൈസ് ഗോഡ്. 4-മത്തെ വിഷയം, തലതിരിഞ്ഞു പോയ തലമുറ. അപ്പനെ അനുസരിക്കാത്ത, അമ്മയെ അനുസരിക്കാത്ത, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രായത്തിന് ബഹുമാനം കൊടുക്കാത്ത തലമുറ. അത് വർദ്ധിച്ചു വരുമ്പോൾ അവരെ മര്യാദ പഠിപ്പിക്കാൻ ദൈവവചനവും പ്രാർത്ഥനയും അല്ലാതെ മാർഗമില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. ഇത് ജനറേഷൻ ഗ്യാപ്പാണെന്ന് പറയല്ലേ? പ്രൈസ് ഗോഡ്. ശരിയാണ്, ജനറേഷൻ ഗ്യാപ്പാണ്, സമ്മതിച്ചു. നമ്മളൊക്കെ, എൻ്റെ പ്രായത്തിലുള്ളവരോട് ഞാൻ പറയുകയാണ്, നടന്നു പോകുമ്പോൾ ഒരാളുടെ കാലെ ചവിട്ടിപ്പോയാൽ അത് തലയിൽ വെച്ചല്ലാതെ പോകത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ദൈവത്തിന് സ്തോത്രം, ചവിട്ടി മറിച്ചിട്ടാലും അത് ശ്രദ്ധിക്കാതെ ഓടിപ്പോകുന്ന തലമുറ വർദ്ധിച്ചു വരുമ്പോൾ അവർക്ക് മൂല്യങ്ങളെ കുറിച്ചുള്ള അവൻ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ധാരണ വരുത്തുവാൻ കഴിവുള്ളത് എന്തെന്ന് ചോദിച്ചാൽ ദൈവവചനം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. ഇങ്ങനെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ സമാധാന പ്രഭുവായിരിക്കുന്ന കർത്താവ് തന്നെ വേണം. പ്രൈസ് ഗോഡ്. ആ കർത്താവിനോട്, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ സമാധാനം നിശ്ചയം. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വേദപുസ്തകം പറയുന്നു, there is a synergic force. നമ്മുടെ കണക്കനുസരിച്ച് ഒരുവൻ 1000 ഓടിക്കുമെങ്കിൽ 2 പേര് 2000. എന്നാൽ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഒരുവൻ 1000 ഓടിക്കുമ്പോൾ 2 പേര് യോജിച്ചാൽ 10,000 ഓടിക്കും. നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ അവൻ ഇത് ഈ പട്ടണത്തെ, ഈ കേരളത്തെ ചലിപ്പിക്കും, ഭാരതത്തെ ചലിപ്പിക്കും. ദാറ്റ് ഈസ് സിനർജിക് ഫോഴ്സ്. അത് നമുക്കിന്ന് ഉപയോഗിച്ച് വിടുതൽ പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയുടെ മറുപടി തരുന്ന യേശുവിന്റെ പ്രവർത്തനം ഇന്നിവിടെ കണ്ടതുപോലെ 24-ാം തീയതി ആഗസ്റ്റ് മാസം 24-ാം തീയതി 2014 ഇന്ന് നമ്മൾ കണ്ടത് ദേശത്ത് ഒരു നിത്യസംഭവമാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനുവേണ്ടി ചെയ്യേണ്ട എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ, സമാധാന പ്രഭുവിനോട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എന്ത് വിശ്വസിക്കണം? യേശു എനിക്ക് സമാധാനം തന്നു, യേശു ലോകത്തിന് സമാധാനം നൽകും. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല, ലോകത്തിന് അത് എടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ യേശുവിൻ്റെ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം, the peace that
passeth all understanding. ആ സമാധാനമാണ് ഈ കഴിഞ്ഞ 2 ദിവസം ഞാൻ അനുഭവിച്ചത്, നിങ്ങൾ അനുഭവിച്ചത്. അല്ലെങ്കിൽ യാതൊരു സ്റ്റേജിന് ഒരു കവറില്ലാതെ ഈ ഓപ്പൺ എയറിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഈ സൗണ്ട് സിസ്റ്റം കയറ്റി ഈ മ്യൂസിക് എല്ലാം നിരത്തി വെച്ച് ഇവിടെ എല്ലാം തുറന്നിട്ടുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നത് മഴയെ അല്ല, മഴയെ നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? നിങ്ങൾ പ്രാർത്ഥിച്ച പ്രകൃതി ശക്തി കീഴടങ്ങും. നീ പ്രാർത്ഥിച്ചാൽ പ്രകൃതി ശക്തി കീഴടങ്ങും. നീ പ്രാർത്ഥിച്ചാൽ പ്രകൃതി ശക്തി കീഴടങ്ങും. നീ പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ കീഴടങ്ങും. നീ പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക വിഷയങ്ങൾ കീഴടങ്ങും. നീ പ്രാർത്ഥിച്ചാൽ കുടുംബ പ്രശ്നങ്ങൾ കീഴടങ്ങും. ഇത് തെളിയിച്ച് ദൈവം ഒരു അവസരം തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈ സമാധാന പ്രഭു അകത്തു വരണം. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊണ്ട്, യേശുവിനെ രക്ഷിതാവെന്ന് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ്, യേശു ജീവിക്കുന്ന ദൈവമെന്ന് വിശ്വസിച്ച് അവനെ ഏറ്റുപറയുമ്പോൾ ഈ സമാധാന പ്രഭു നിന്റെ അകത്ത് വരും. എൻ്റെ അകത്ത് വന്നതാണ്, നിങ്ങളുടെ അകത്ത് വരും. കണ്ടാലും ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത്താഴം കഴിക്കും. ഇന്നത്തെ അത്താഴം കർത്താവിനോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും അതിനെന്ത് ചെയ്യണം? വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? പന്തലിടാൻ കാശില്ലാഞ്ഞിട്ടല്ല, ഇവിടെ അങ്ങേ അറ്റം വരെയുള്ള ഒരു പന്തൽ ഡോം ഇടാൻ കാശില്ലാഞ്ഞിട്ടല്ല. കർക്കിടക മാസത്തിൽ ക്യാമ്പ് നടത്തിയപ്പോൾ ഞങ്ങൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ ഗ്രൗണ്ടിനേക്കാൾ വലിയ പന്തൽ എറണാകുളത്തിട്ടും മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഈ ക്ലീറ്റസ് തന്നെയാണ് പന്തലിട്ടത്. കാശില്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? വിശ്വാസമുള്ളത് കൊണ്ട്. ദൈവം വാക്കു മാറത്തില്ല. അവൻ എന്നെ ഡിച്ച് ചെയ്യത്തില്ല, നിങ്ങളെ തള്ളിക്കളയത്തില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. യേശു ജീവിക്കുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എങ്കിലും ഉറക്കെ പറ, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ചില ചോദിക്കും, എന്തിനാ വിശ്വസിക്കുന്നേ? കർമാചാരങ്ങൾ കൊണ്ട് സാധിക്കത്തില്ലേ? കർമാചാരം കൊണ്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കത്തോലിക്കനായിരുന്ന ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കൊന്ത ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ അമ്മ ചൊല്ലും, നന്മ നിറഞ്ഞ അങ്ങ് ചൊല്ലും. പ്രൈസ് ഗോഡ്. അത് തീരാൻ കാത്തു നിൽക്കുക, ബാക്കി ഞങ്ങൾ ചെല്ലും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്നേരം പാറ്റ ചാടുന്നതും പല്ലി പോകുന്നതും നോക്കിയിരിക്കുക. ഒരു കോൺസെൻട്രേഷനും വേണ്ട, ഒന്നും ശ്രദ്ധിക്കുകയും വേണ്ട. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതങ്ങ് നടന്നുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മാച്ചനുണ്ടായിരുന്നു. അമ്മാച്ചൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പകൽ കയറിയിരിക്കും. മുട്ടയിൽ നിന്നുകൊണ്ട് റഡാർ വർക്ക് ചെയ്യുന്നത് പോലെ തൻ്റെ വിശാലമായ പറമ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഒരു ദിവസം നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പശു കയറൊട്ടിച്ചു പോകുന്നു. എടി സിസിലിയേതാ, എൻ്റെ പശു കയറ് പൊട്ടിച്ചു പോകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിന്നെയും തുടരുക. പശു കയറ് പൊട്ടിച്ചു പോകുന്ന കാര്യം പറയുന്ന കൂട്ടത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കാര്യം പറയാൻ നമുക്ക് പറ്റും. എന്നാൽ പശു കയറ് പൊട്ടിച്ചാലും അതൊന്നും നിന്റെ വിഷയമല്ല. സർവശക്തനായ യേശുവിന്റെ കീഴിൽ ഹൃദയത്തെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. അതിനാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ഫലിക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്തിനാ വിശ്വസിക്കുന്നതെന്നറിയാമോ? മനുഷ്യൻ ഈ കാണുന്ന സകല കഷ്ടത്തിൻ്റെയും കാരണം ആമേൻ ആദിമ പാപമാണ്. ആ പാപം എന്തെന്ന് ചോദിച്ചാൽ ചിലർ പറയും വിലക്കപ്പെട്ട കനി തിന്നതാണ്. അല്ല ദൈവമക്കളെ, ഒന്നാമത്തെ പാപം അതല്ല. പ്രൈസ് ഗോഡ്. ഒന്നാമത്തെ പാപം സൃഷ്ടാവ് പറഞ്ഞു ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. സ്വന്തമായി തിരഞ്ഞെടുക്കാൻ കഴിവുള്ള മനുഷ്യന് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എല്ലാ മുറിയും പൂട്ടി താക്കോലെടുത്തിട്ട് ഒരു മുറി മാത്രം കയറരുതെന്ന് പറഞ്ഞ അർത്ഥമില്ല. എല്ലാ മുറിയും തുറന്നിട്ടിട്ട് പറഞ്ഞു ഒരു മുറി മാത്രം കയറരുത്. ആമീൻ. ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത്. തിന്നുന്ന നാളിൽ ഈ ഷാൽ ഷുവർലി ഡൈ, നിശ്ചയമായി നീ മരിക്കും. ഒരു ദിവസം പിശാച് കടന്നു വന്ന് ദൈവത്തിന്റെ കൽപ്പന ലഭിച്ച ഹവ്വക്കച്ചമ്മയോട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം, ഈ ഷാൽ ഷുവർലി നോട്ട് ഡൈ.
ദൈവം പറഞ്ഞതിനേക്കാൾ പിശാച് പറഞ്ഞതിനെ കൊച്ചമ്മ വിശ്വസിച്ചു. അടുത്ത സ്റ്റെപ്പ്, വൃക്ഷത്തിന്റെ ഫലം കാൺമാൻ നല്ലതും പ്രൈസ് ഗോഡ് തിന്മാൻ കൊള്ളാവുന്നതും കണ്ണിന് മനോഹരവുമാണെന്ന് കണ്ടിട്ട് പറിച്ച് തിന്നു. ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. പ്രൈസ് ഗോഡ്. ആദ്യം സംഭവിച്ചത് അവിശ്വാസം, അതിൻ്റെ പിന്നാലെ അനുസരണക്കേട്. ദൈവം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരിച്ചു വരുത്തുവാൻ ആദ്യം ആവശ്യപ്പെടുന്നത് ഫെയ്ത്ത്, വിശ്വാസം. എന്ത് വിശ്വാസം? കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഇത് വിശ്വസിക്കാൻ ഒരു ചെലവില്ല. വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 10,000 തൈല നദികളിലും 1,000 ആട്ടുകൊറ്റനിലും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ കാൽവരി കുളക്കളത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയെ സ്നേഹിച്ച് മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ എന്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് വിശ്വസിച്ച് രക്ഷ നേടുവാൻ പണ്ഡിതനും പാമരനും സമ്പന്നനും ദരിദ്രനെന്ന് വ്യത്യാസമില്ലാതെ യേശുവിനെ 2 കള്ളന്മാരുടെ മുമ്പിൽ കാൽവരി കൊലക്കളത്തിൽ നിർത്തി പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഇവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്ക്, ഒരു ചെലവുമില്ല. എന്നിട്ട് വിശ്വാസത്താൽ നഷ്ടപ്പെട്ടത് വിശ്വസിച്ച് തിരികെ പ്രാപിച്ചിട്ട് അനുസരിക്കണം. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറഞ്ഞ് ദൈവവചന പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ആമീൻ അനുസരണത്തിൻ്റെ ചിഹ്നമായ സ്നാനമേറ്റ് ആമീൻ വിശുദ്ധിയിലും വേർപാടിലും ആത്മനിറവിൽ ആരാധിച്ച് താമസിയാതെ ആകാശമേഘങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്ന നസ്രയനായ യേശുവിനെ വരവേൽക്കാൻ മാനവജാതിക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. കേട്ട് 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 വിശ്വസിച്ച് അംഗീകരിക്കുന്നവരെ ചേർക്കുവാൻ നമ്മുടെ യേശു വരാറായി. ഇത് ഇവിടെ ഒന്ന് പറയിപ്പിക്കാൻ വേണ്ടി നിങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തി സ്റ്റീഫൻ ദേവസി എന്ന കർത്താവിൻ്റെ ദാസനെ കൊണ്ട് സുവിശേഷത്തിൻ്റെ മാറ്റൊലിയുടെ ആ സംഗീതം കേൾപ്പിച്ച ശേഷം നിങ്ങളെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് പകരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതാണ് ഇതിനെല്ലാത്തിനും കാരണം. പ്രൈസ് ഗോഡ്. ഈ സന്നാഹങ്ങൾ മുഴുവനും അതിനുവേണ്ടി മാത്രം, 1 രൂപ പോലും പിരിക്കാനല്ല. ഒരു സ്തോത്ര കാഴ്ച എടുത്ത് നിങ്ങളുടെ ഇന്ന് 1 രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ ദൈവമക്കളാകുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ഒരവസരം. ഇത് 2 മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പ്രൈസ് ഗോഡ്. ഇത് നടന്നാലുണ്ടല്ലോ മദ്യവും പോകും, മയക്കുമരുന്ന് പോകും, സകലത് സ്ഥലം വിടും. അപകടങ്ങൾ സ്ഥലം വിടും, രോഗങ്ങൾ സ്ഥലം വിടും, അസമാധാനങ്ങൾ സ്ഥലം വിടും, കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ എല്ലാം ഒഴുകി 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 ഈ പട്ടണത്തിൽ മാത്രമല്ല, ഈ കുടുംബങ്ങളിൽ മാത്രമല്ല, തലമുറകളിൽ മാത്രമല്ല, ദേശം മുഴുവൻ കടന്നു വരും. സമാധാന പ്രഭു യേശു കടന്നു വരുമ്പോൾ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി തുടങ്ങിയ ഒരു 5 മിനിറ്റ് നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഭാരതത്തിൽ, കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ, തിരുവനന്തപുരത്ത്, ഇവിടെയുള്ള എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സഭാ മേഖലകളിൽ സമാധാനം വിളയണം. അതിന് സമാധാന പ്രഭുവിനോട് നമ്മൾ പ്രാർത്ഥിക്കും. എന്തുകൊണ്ട് പ്രാർത്ഥിക്കും? ഇപ്പം ഈ കാണുന്നത് ഉറപ്പുള്ളത് കൊണ്ട്. എടാ, കടലിൽ കൂടെ വന്ന മേഘത്തെ അവിടെ കണ്ട് തടുത്തു നിർത്താൻ കഴിവുള്ള ദൈവം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമല്ലോ, ഇടയ്ക്ക് ഓരോന്ന് വരാൻ നോക്കി. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ദൈവമക്കള്, ദൈവദാസന്മാര് ഓരോ മേഘം പൊങ്ങുമ്പോഴും പറയും, യേശുവിന്റെ നാമത്തിൽ അവിടെ ഇരിക്കടാന്ന് പറയും. യേശുവിന്റെ നാമത്തിൽ അവിടെ ഇരി, യേശുവിന്റെ നാമത്തിൽ പുറകോട്ട് പോ. കൈ ചൂണ്ടി പറഞ്ഞ ചിലത് നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറ.
ഉടബല ഹദര ജബന ജഗദ ശന്തൽ ഖൗഡെ അർതുര ജബന ജലഗര ഹത്തൽ ഖൗഡ ജഗദ ദിലബ ജഗദ സന്തര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും ചേർന്ന് തടുത്ത ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവമേ, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹത്തിന്റെ ഇന്നലെ മിനിയാന്നും പെയ്ത മഴ ജീവനെടുക്കുന്ന മഴയായപ്പോൾ, നഷ്ടം വരുത്തുന്ന മഴയായപ്പോൾ, ഒരു അനുഗ്രഹത്തിന്റെ മാരി, ഒരു അനുഗ്രഹത്തിന്റെ മഴ പെയ്യണം അല്ലേ? അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോയാണ്. ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. ആമേൻ. ഇന്ന് കേട്ട ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ, ഇന്ന് കേട്ട ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ മകനും മകളുമായി തീർന്നിട്ട് സമാധാന പ്രഭുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ യേശുവിനെ കർത്താവിന്റെ രക്ഷിതമായി സ്വീകരിച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തവർ കരമുയർത്തിയാട്ട്. ആമേൻ. ഈ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഇതിനു മുമ്പ് എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ചോദിച്ചപ്പോൾ കരം ഉയർത്തിയവരുടെ കരം ഇപ്പോൾ താണിരിക്കട്ടെ. ഈ കരങ്ങൾ ഉയർത്തിയവർ ആദ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തലയിൽ തീ ഇരിക്കുമ്പം മലയിലെ തീ കൊടുത്താൻ പോയാൽ ശരിയാകത്തില്ല. ആദ്യം തലയിലെ തീ കിടട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ കരം ഉയർത്തിയാണ് ഞാൻ പറയുന്ന പ്രാർത്ഥന എത്ര ഉറക്ക പറയുമോ അത്രയും ഉറക്കത്തിൽ എന്നോട് ചേർന്ന് പറ. കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നു. യേശു ക്രിസ്തു ജീവനുള്ള ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവം, സമാധാനം നൽകുന്ന ദൈവം, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവം എന്റെ പാപങ്ങൾക്കായി, എന്റെ രോഗങ്ങൾക്കായി, എന്റെ വേദന മാറ്റാൻ, എന്റെ കഷ്ടം മാറ്റാൻ ഭൂമിയിൽ അവതരിച്ച മശിഹ, ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. സമാധാന പ്രഭുവായി എഴുന്നള്ളി വരണമേ. ഞാൻ യേശുവിനെ എന്റെ രക്ഷിതാവായി, എന്റെ കർത്താവായി ഇപ്പോൾ സ്വീകരിക്കുന്നു. ആമേൻ. എല്ലാവരും കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ചില ജീവിതങ്ങൾ തീരുമാനമെടുത്തതോർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഇനി മുമ്പ് കരമുയർത്തിയവരും ഇപ്പോൾ തീരുമാനമെടുത്തവരും ഒന്നിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ പോവുക. എന്തിനൊക്കെ പ്രാർത്ഥിക്കും? സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങനെ സമാധാനം ഉണ്ടാകണം? സമാധാനക്കേട് വരുത്തുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സാമ്പത്തികമായി തകർന്ന വിഷയങ്ങളിൽ സമാധാനം പോകും. രോഗം വരുമ്പോൾ സമാധാനം പോകും. തലമുറ നഷ്ടപ്പെട്ടാൽ സമാധാനം പോകും. അപകടം വരുമ്പോൾ സമാധാനം പോകും. തോൽവി വരുമ്പോൾ സമാധാനം പോകും. പ്രൈസ് ഗോഡ്. കുടുംബ പ്രശ്നം വരുമ്പോൾ സമാധാനം പോകും. ഇതെല്ലാ വിഷയങ്ങളും സമാധാനം കളയുന്നതാണെങ്കിൽ സമാധാനം എങ്ങനെ ഉണ്ടാക്കും? ഈ വിഷയത്തിനൊക്കെ പരിഹാരം വരുത്തിക്കൊണ്ട്. തീർന്നില്ല. ഇവിടെ സമാധാനമായി ജീവിക്കാൻ മാത്രമല്ല, ഹല്ലേലൂയ, ഒരു നിത്യത മുഴുവൻ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മരണമില്ലാത്തവരായി വാഴുവാൻ പ്രാർത്ഥിക്കാൻ പോകുക. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ ദയവ് ചെയ്ത് കരങ്ങൾ ഉയർത്തിയാട്ട്. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ദൈവദാസന്മാർ എഴുന്നേറ്റ് നിൽക്കാം. സ്റ്റേജിലുള്ള ദൈവദാസന്മാരും എല്ലാ ദൈവമക്കളും വന്നവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. Mr. Kumaruvaram Suresh, please come forward. Brother Suresh Babu and all the senior pastors, please, all the church leaders, Pastor Jose baby, please come forward. നമ്മൾ ഒരുമിച്ച് ഞാൻ പറഞ്ഞല്ലോ, സിനർജിക് ഫോഴ്സ്. ഒരുവർ 1000 ഓടിക്കുമ്പോൾ 20 10,000. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളുടെയും വിടുതലിന്റെയും ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. Praise God. All senior pastors. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഹല്ലേലൂയ ചുരുങ്ങിയ വാചകങ്ങളിൽ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, ഹല്ലേലൂയ, കേരളത്തിലെ ഭാരതത്തിലെ ദൈവമക്കളിൽ അറിയപ്പെടുന്ന ബാബു ജോർജ്, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ തലപ്പത്തിരിക്കുന്ന ദൈവദാസൻ പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. നമുക്കെല്ലാവർക്കും
എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. അവിടുത്തെ രക്തത്തിന്റെ വിലകളായിരിക്കുന്ന നാം ഒരുമിച്ച് ഈ ശംഖുമുഖത്ത് വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ സഭയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. ദൈവമേ, കാലാവസ്ഥ അനുകൂലമാക്കി തരണം. സഭാജനങ്ങൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ആ മറുപടി കണ്ട് ഞാൻ പുറകിലിരുന്ന് സന്തോഷിക്കുകയായിരുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അല്പസമയ ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൽ ഭാരതത്തിലെ ഓരോ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിലെ 14 ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജനപ്രതികളെ ദൈവം അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കാം. ഇന്ന് പകക്കായി ഇന്ന് രാത്രിക്കാലം ദൈവവചനം കേട്ട് കടന്നു വന്നവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ ഈ കടപ്പുറത്ത് ഒരുമിച്ച് കൂടി എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കന്യാകുമാരി മുതൽ ഡൽഹി വരെ, കാശ്മീർ വരെ അവിടുത്തെ ആത്മാവ് വരുമ്പോൾ അവിടുത്തെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മഹത്വമെടുത്തത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ വിലേറി ദാസൻ മാസ്റ്റർ PR ബേബിയെ ഇന്ന് രാത്രി ശക്തീകരിച്ചത് കൊണ്ട് സ്തോത്രം. ഇതിന്റെ സംഘാടകരെ അവിടുന്ന് ശക്തീകരിച്ചത് കൊണ്ട് സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ ജനപ്രതിനിധി ശ്രീ K മുരളീധരൻ അവരെ ഞങ്ങൾ ഓർക്കുന്നു, മറ്റുള്ളവരെ ഓർക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ കുടുംബങ്ങളെ യേശു ക്രിസ്തുവിൻ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. ദൈവത്തെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം, മഹത്വമെടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദേശത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു. ഇനി സമാധാനം കെടുത്തുന്ന വ്യക്തിപരമായ വിഷയങ്ങൾക്കായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 1 സാമ്പത്തിക വിഷയങ്ങൾ, 2 രോഗ വിഷയങ്ങൾ, 3 കുടുംബത്തിന്റെ വിഷയങ്ങൾ, 4 തോൽവിയുടെ വിഷയങ്ങൾ, 5 തലമുറയുടെ വിഷയങ്ങൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതെല്ലാം ഉളവാക്കുന്ന പാപത്തിന്റെ ശക്തി, ഇതിനെല്ലാത്തിനും എതിരായി വ്യാപരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ ഒരുമിച്ച് ഈ ശംഖുമുഖം കടപ്പുറത്ത് കൂടുകയില്ലെന്നും കൂട്ടിക്കയില്ലെന്നും വിളിച്ചു പറഞ്ഞ് വെല്ലുവിളിച്ച പൈശാചിക ശക്തികളെ അവൻ തൂത്തുമാറ്റിക്കൊണ്ട്, തുടച്ചു മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ട് വിശുദ്ധീകരിച്ച് തന്ന ദൈവമേ, ആകാശത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ദേശത്തിന്റെ സമാധാനത്തിന്, വ്യക്തികളുടെ സമാധാനത്തിന് വേണ്ടി
പ്രാർത്ഥിക്കാൻ ഇവിടെ കൂടിയിരിക്കുന്നു. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ചലനം ഇന്നലെ ഞങ്ങൾ കണ്ടതുപോലെ, ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് പോലെ, പാവപ്പെട്ടവരായ ഞങ്ങൾ, ഏഴകളായ ഞങ്ങൾ, ദൈവദാസന്മാർ, ദൈവമക്കൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ചില കുടുംബങ്ങളെ അവൻ സമാധാനം കെടുത്തിയിരിക്കുന്ന രോഗാത്മാവിന്റെ പിടിയിൽ നിന്ന് I release in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ചില രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ, ചില കുടുംബങ്ങളിൽ നടക്കട്ടെ, ഇവിടെ വന്നിരിക്കുന്ന ചില വ്യക്തികളിൽ നടക്കട്ടെ. I release the power of Jesus of Nazareth. സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി ചില സൗഖ്യങ്ങൾ നടക്കട്ടെ, ഇന്ന് രാത്രി ചില സൗഖ്യങ്ങൾ നടക്കട്ടെ, ഇന്ന് രാത്രി ചില സൗഖ്യങ്ങൾ നടക്കട്ടെ. യെസ്, ഉദര രോഗങ്ങൾ, ചെറുകുടലിനെ ബാധിക്കുന്നത്, ആമാശയത്തെ ബാധിക്കുന്നത്, വൻകുടലിനെ ബാധിക്കുന്നത്, തൊണ്ട മുതൽ താഴോട്ട് ബാധിക്കുന്ന ചില ഉദര രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ be healed. Be healed, be healed, be healed tonight. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാണ്. നാം ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. Yes, skin disease, skin disease. ചികിത്സിച്ചിട്ടും ഭേദമാകാതെ, കോർട്ടിസോണുകൾ പുരട്ടിയിട്ടും കുത്തിവെച്ചിട്ടും ഭേദമാകാതെ, ആസ്മയായി, ചൊറിചരങ്ങുകളായി, ചൊറിച്ചിലുകളായി, അത് സോറിയാസിസ് പോലെ പല വിധത്തിൽ വ്യാപരിച്ച് ജനത്തെ കഷ്ടപ്പെടുത്തി സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്കിൻ ഡിസീസ്, യോബിന് സൗഖ്യം കൊടുത്ത എന്റെ ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, ഇന്ന് രാത്രി ചില ത്വക്ക് രോഗികൾ, സ്കിൻ ഡിസീസ്, be healed in the name of Lord Jesus of Nazareth. ഉരവല ഹദര ജവന രഗദ രഗദ. Hallelujah. Yes, chest disease, ഹാർട്ടിനെ ബാധിക്കുന്ന, നെഞ്ചിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഉദരബലര സന്ദർഖൗദ. Renal disorders, മൂത്രനാളിയിലും കിഡ്നിയിലും സിസ്റ്റം മുഴുവൻ വ്യാപിച്ച് പോരാടിക്കൊണ്ടിരിക്കുന്ന, റീനൽ ഫംഗ്ഷൻ തകർത്തിട്ടിരിക്കുന്ന പിശാചേ, ഇന്ന് രാത്രി ചില ശരീരങ്ങളെ വിട്ടു നീ പോ യേശുവിന്റെ നാമത്തിൽ. Praise God. Hallelujah. 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 ഒരു രോഗത്തിനോട് പ്രാർത്ഥിച്ച് ആമേൻ. അടുത്ത വിഷയത്തിലേക്ക് പോകുകയാണ്. മെന്റൽ ഡിസീസ്, മെന്റൽ ഡിസീസ്. ഇന്ന് അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന മനോരോഗങ്ങൾ, ഒരളവില്ലെങ്കിൽ വേറൊരളവിൽ സർവ്വവ്യാപിയായി നിന്ന് പോരാടിക്കൊണ്ടിരുന്ന മെന്റൽ ഡിസീസ്. സൈക്യാട്രിസ്റ്റ് വിചാരിച്ചാൽ നിന്നെ ഉറക്കി കിടത്തും, ഒതുക്കിയിരുത്തും. എന്നാൽ നിന്നെ ഓടിച്ച് നടത്തിക്കൊണ്ട് സൗഖ്യം തരാൻ തന്നെ ഒരു കഴിവുള്ള കർത്താവുണ്ട്. പ്രൈസ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില മനോരോഗികൾ സൗഖ്യമാകട്ടെ. പ്രൈസ് ഗോഡ്. അടുത്ത വിഷയം സാമ്പത്തിക വിഷയങ്ങൾ. ആമേൻ. സാമ്പത്തിക വിഷയങ്ങൾ ഒരു കാര്യം പിടിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സാമ്പത്തികമായി നിങ്ങളെ തകർത്തിട്ടിരിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതലുകൾ നടക്കട്ടെ, വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. Praise God. അടുത്തതായി തലമുറയുടെ വിഷയം, മക്കളുടെ വിഷയം. എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ, ഇവിടെ ഒരു പൈതലിന്റെ ഫോട്ടോ സഹിതം കിട്ടിയിട്ടുണ്ട്. എമി എന്നാണ് പേര്. 1.5 വയസ്സേ ഉള്ളൂ. തളർന്ന് ദൈവത്തിന് എംബോള രോഗത്താൽ, എംബോള വൈറസിന്റെ അറ്റാക്കിനാൽ അവൻ ഓസ്ട്രേലിയയിലായിരിക്കുന്നു. എഴുതി തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ എഴുതി തന്നില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾ കൂടെ പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് കാര്യം നടക്കാൻ പോകുന്നത്.
എവിടെ ഈ ലോകത്തിന്റെ ഏത് 5 വൻകരകളിൽ എവിടെയായാലും ഇന്ന് രാത്രി എന്റെ നിന്റെയും പ്രാർത്ഥന പെനട്രേറ്റ് ചെയ്യുന്ന ഒരു യേശുവിന്റെ നാമത്തിന്റെ ശക്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. In the name of Jesus, 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 in the name of Jesus. തലമുറകളെ ബാധിച്ചുകൊണ്ട് ആരോഗ്യം കെടുത്തി, പഠിത്തം കെടുത്തി, ഉള്ളിലുറമകത്തിൽ ആരവേ സർവക്ഷൗട കുടുംബത്തിൽ കൊള്ളരുതാത്തവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. സ്റ്റീഫൻ ദേവസി മുമ്പ് പാടിയതിനേക്കാൾ കൂടുതൽ നേരം ഇനി പാടാൻ പോവുക. സന്തോഷമുള്ള കാര്യം സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും നന്ദി, സംഘാടകർക്ക് നന്ദി, കടന്നു വന്ന എല്ലാവർക്കും നന്ദി. യേശുവിനായി 1000 നന്ദി. നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. Thank you, Pastor Pia Baby. We have more performance from Stephen. Before that, we have Sri Muralidharan MLA. നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്ര തിരക്കുണ്ടെങ്കിലും എത്തിച്ചേരുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA നമുക്ക് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ മീറ്റിംഗിൽ വരുമ്പോൾ ഒരു മന്ത്രിയായി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷമുള്ള കരങ്ങളടിച്ചാട്ടെ. 2 വാക്ക് ആശംസ പറയുവാനായിട്ട് ശ്രീ മുരളീധരൻ MLA ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുപോലുള്ള നിരവധി ചടങ്ങുകളിൽ സംബന്ധിക്കാനും പ്രാർത്ഥനകളിൽ പങ്കുചേരാനും കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇന്ന് ഈ യോഗത്തിൻ്റെ ലക്ഷ്യം ലോകസമാധാനമാണ്. ലോകസമാധാനത്തിന് തടസ്സം നിൽക്കുന്ന ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നൊരു ചടങ്ങാണ്. നമ്മുടെ സമൂഹത്തിനെ ഒരു ക്യാൻസർ പോലെ ബാധിച്ച മദ്യവും മയക്കുമരുന്നും ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനാ ചടങ്ങ് കൂടിയാണിത്. ഈ ചടങ്ങിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനം മദ്യനിരോധനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അത് ഏത് പാർട്ടി ഭരിക്കട്ടെ, ഒരു വർഷം ഏതാണ്ട് 1800 കോടി രൂപയാണ് മദ്യത്തിൽ നിന്ന് ഒരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷെ അത് കണ്ണീരും കുടുംബങ്ങളുടെ ശാപവും നിറഞ്ഞ വരുമാനമാണ്. ആ വരുമാനം കൊണ്ടുള്ള നേട്ടം ശാശ്വതമല്ല. അതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ ദൈവവിശ്വാസികളും മതമേലധ്യക്ഷന്മാരും സാമുദായിക നേതാക്കന്മാരും ഒത്തൊരുമിച്ചുകൊണ്ട് മദ്യമെന്ന സാത്താനെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നെങ്കിലും തുരത്തണം എന്ന് ഭരിക്കുന്ന ഭരണകൂടത്തിനോട് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും ഒരു ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞ് നിൽക്കാൻ ഒരിക്കലും ഒരു ഭരണകൂടത്തിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 1800 കോടിയുടെ നഷ്ടത്തിനേക്കാൾ ഉപരിയായി ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ സന്തോഷമാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നു. ഏതായാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മുമ്പ് നിരവധി തവണ പ്രാർത്ഥിച്ചതിൻ്റെ കൂടെ ഫലമായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മദ്യത്തിനെ തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, പലപ്പോഴും സാത്താൻ പല വേഷത്തിൽ പല രൂപത്തിൽ വന്ന് നമ്മളെ പരീക്ഷിക്കും എന്നുള്ളതുപോലെ സാത്താൻ വ്യാജമദ്യത്തിൻ്റെ രൂപത്തിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ആ സാത്താനെ ചെറുത്തു തോൽപ്പിക്കാൻ വ്യാജമദ്യമെന്ന ദുരന്തത്തിൽ നിന്ന് ഒരിക്കലും ഈ സംസ്ഥാനത്ത് വ്യാജമദ്യം ഉണ്ടാവാതിരിക്കാൻ നമുക്കെല്ലാവർക്കും കൂട്ടായി ശ്രമിക്കാം. മാത്രമല്ല, ബീവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിന്നുകൊണ്ട് മദ്യം വാങ്ങുന്ന നമ്മുടെ സഹോദരന്മാരോട് നിങ്ങൾ കഴിക്കുന്ന വിഷമാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിന് നല്ലതല്ല, ഇത് ദൈവത്തിൽ നിന്നും നിങ്ങളെ അകറ്റുമെന്ന് അവരെ ബോധ്യപ്പെടുത്താനും നമുക്കെല്ലാവർക്കും കഴിയണം. ഒരു ലോക സമാധാനം എന്ന് പറയുമ്പോൾ അതെല്ലാവരുടെയും സമാധാനമാണ്. തീർച്ചയായിട്ടും മദ്യവും മയക്കുമരുന്നും, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയെ നമുക്കറിയാം. ഇന്നത്തെ യുവതലമുറയെ നമുക്ക് അവർ ജനിച്ചു വളർന്ന സാഹചര്യം വ്യത്യസ്തമാണ്, പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. സന്ധ്യാസമയങ്ങളിൽ പ്രാർത്ഥന എന്നത് നമ്മുടെ ഒരു ജീവിത രീതിയായിരുന്നു. എന്നാൽ ഇന്ന് കാലം പുരോഗമിച്ചപ്പോൾ, ഇവിടെ വിഷ്വൽ മീഡിയ വന്നപ്പോൾ,
ഇന്ന് പലപ്പോഴും സന്ധ്യാസമയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ സമയങ്ങളല്ല, സീരിയലുകളുടെ സമയങ്ങളായിട്ട് മാറിയിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ പ്രാർത്ഥനയിലേക്കൊരു തിരിച്ചുപോക്ക്. കാരണം ഈ ലോകത്തിനെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിനെ പല രൂപത്തിൽ കാണുന്നു എന്നുള്ള വിശ്വാസം, പല രൂപത്തിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അന്തിമമായിട്ട് ലക്ഷ്യമൊന്നു തന്നെയാണ്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ദൈവത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുക. അങ്ങനെ ആ യാത്ര നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള ചൈതന്യത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് നമുക്ക് പിന്മാറാൻ കഴിയണം. അതിന് ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും സഹായവും നമുക്കുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദൈവവചനങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. അതിന് സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ ഈ ചടങ്ങിന് എല്ലാവിധത്തിലുള്ള ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഒരു ദൈവവിശ്വാസി എന്നുള്ള നിലയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി മുരളിയേട്ടാ. ഇപ്പോൾ ഞാൻ പാസ്റ്റർ പി ആർ ബേബിയും ഹാർവസ്റ്റ് ടി വിയുടെ ചെയർമാനായ ബി ചാക്കോയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു മൊമെൻറ്റോ നൽകി നമ്മുടെ MLA ആദരിക്കുവാനായിട്ട് എല്ലാവരും കരങ്ങളടിച്ച്. I request Pastor P R Baby and B Chako, both of them together to hand over the memento as a token of our love and appreciation to Sri Muralidharan MLA. What do you have a constituency? Louder applause. Thank you so much. Are you ready? Give me 5 more minutes and Stephen is getting ready to rock this night for the glory of God. Hallelujah! ഇപ്പോൾ 2 വാക്ക് ആശംസ സംസാരിക്കുവാനായിട്ട് ഞാൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിൻസനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കരങ്ങളടിച്ച് നമ്മുടെ സ്നേഹത്തെയും ആദരവിനെയും അറിയിക്കാം. KPCC സെക്രട്ടറി. അഭിനന്ദനായ പാസ്റ്റർ PR ബേബി, the man, not the man, the machine on the piano, Sir Stephen Devasi, മറ്റ് ബഹുമാന്യരെ, അഭിനന്ദരെ, ഉന്നതമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സന്ധ്യയിൽ നമ്മളെല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത്. ലോകത്തെമ്പാടും അസമാധാനത്തിൻ്റെ വിത്തുകൾ പാകിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ലോക സമാധാനത്തിനു വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെ എത്തിയ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായി ഇവിടെ തീരുമാനമെടുത്തു കഴിഞ്ഞു. പക്ഷേ ആ തീരുമാനം പ്രാവർത്തികമാക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഈ മദ്യവിപത്തിനെതിരായി, വ്യാജ മദ്യം നമ്മുടെ പ്രദേശങ്ങൾ ഒഴുകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാവൽക്കാരായി നിൽക്കാനുള്ള ബാധ്യത നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ വിൻസെന്റ്. ഈ മീറ്റിങ്ങിന് വേണ്ടി എൻ്റെ പബ്ലിസിറ്റിക്കായിട്ട് സഹായിച്ച ശ്രീ പ്രദീപ്, ഇതിൻ്റെ ഡിസൈൻ ജ്യോതി, ഇതിൻ്റെ മീഡിയ പാർട്ട്ണറും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സഹായിച്ച ശ്രീ ഹാവസ്റ്റ്, ഇവർക്കെല്ലാം നമ്മുടെ കരങ്ങളടിച്ച് നമ്മുടെ സ്നേഹത്തെ അറിയിക്കാം. ശ്രീ വിൻസെന്റ് KPCC സെക്രട്ടറി, താങ്ക് യു സോ മച്ച്. ശ്രീ ജയകുമാർ, കൊയർ ബോർഡ് മെമ്പർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതുപോലെ ഈ ശംഖുമുഖത്തെ AC, CIF പോലീസ് ആൻഡ് SIF പോലീസ്, പ്രത്യേകിച്ച് ഇവിടുത്തെ AC-ക്ക് നമ്മുടെ സ്നേഹത്തെ അറിയിക്കും. കാര്യം സാധാരണ ഈ സമയത്ത് ഇവിടെ ഡ്രഗ്സ് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ ഉള്ള ഒരു വീഡിയോ പ്രസൻറ്റേഷനുണ്ട്. അതുപോലും മാറ്റിവെച്ച് ഈ സ്ഥലവും സൗകര്യം നൽകിയ ശംഖുവും AC, ശ്രീ ജവ ജനാർദ്ദനും നമ്മുടെ സ്നേഹത്തെയും നന്ദിയെ ഞാൻ ഓർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ വേദിയിൽ വന്ന് നമ്മളെ ആശംസ അറിയിച്ച് ശ്രീ മുരളീധരൻ MLA, നമ്മുടെ ശ്രീ ശശി തരൂർ MP-ക്ക് വരണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശംസ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നാളെ രാവിലെ ഇവിടെ എത്തത്തുള്ളൂ. അദ്ദേഹം തൻ്റെ വോട്ടർമാരെയും അതുപോലെ എല്ലാ വിശ്വാസികളെയും തൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കരങ്ങളടിച്ച് ഇവരോടുള്ള സ്നേഹവും ആദരവും അറിയിക്കാം. അതോടൊപ്പം തന്നെ ഈ വേദിയിലായിരിക്കുന്ന എല്ലാ സീനിയർ ദേവദാസന്മാരെയും എല്ലാം ഞാൻ ഓർക്കുന്നു. ഈ സമയത്ത് ഞാൻ പാസ്റ്റർ PR ബേബിയും ഹാർവസ്റ്റ് TV ചെയർമാനായ BB ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് വിൻസന് ഒരു മൊമെന്റോ നൽകി നമ്മുടെ സ്നേഹത്തെയും ആദരവിനെയും അറിയിക്കാം. Put your hands together for this people. ഈ മീറ്റിംഗിന്റെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിൻസൻ, താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം മുതൽ വളരെ മുൻപന്തിയിൽ നിന്ന
ശ്രീ ജയകുമാർ കൊയർ ബോർഡ് മെമ്പർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജയകുമാർ സാറിനെയും എല്ലാവിധ നന്ദിയും ആശംസയും നൽകുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അടുത്തതായിട്ട് ഈ തിരുദേശ ഇതിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ കർത്താവിൻ്റെ ദാസനായ ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന ഈ തീരദേശ ഇതിനായി പ്രവർത്തിച്ച പാസ്റ്റർ ജോസ് ബേബിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോസ് ബേബിയെ നമുക്ക് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. താങ്ക് യു പാസ്റ്റർ, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. യുവർ പ്രയർ ആൻഡ് സപ്പോർട്ട് വാസ് ഗ്രേറ്റ് ആൻഡ് വി താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. A louder hand of applause. ഈ സമയത്ത് ഇതിൻ്റെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിച്ച പാസ്റ്റർ ക്ലീറ്റസിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കരങ്ങളടിച്ച് കർത്താവിൻ്റെ ദാസനോടുള്ള സ്നേഹവും ആദരവും അറിയിക്കാം. ഇവരുടെ എല്ലാം കൂട്ടായ പ്രാർത്ഥനയും സഹകരണവുമാണ് ഇന്ന് ഈ തെളിഞ്ഞ ആകാശത്തിൻ്റെ അടിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ. സന്തോഷമുള്ള കരങ്ങളടിച്ച് ഇത് ശ്രദ്ധിച്ചാട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഞാൻ സ്റ്റീഫൻ ഡേവിസിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമയം തന്നെ സ്റ്റീഫന് നമ്മുടെ സേനാരവായിട്ടുള്ള മൊമെന്റോ നൽകുവാനാണ്. സ്റ്റീഫൻ, പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. This is a token of love and appreciation from Harvest TV and Faith City Church. Thank you, Stephen. Thank you so much. ഇവിടെ ആയിരിക്കുന്ന പാസ്റ്റർ ബാബു ജോർജ് പാസ്റ്റർ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. I request Pastor Babu George to come on the stage. Thank you so much, Pastor, for being with us this evening. It's a great privilege as Pastor Pia Baby and Baby Chan present the moment to us a token of love and appreciation. I request Pastor Kumarvaram Suresh to come on the stage. Idea Sangam has been a great blessing to all our meetings. Thank you so much. Loud applause for Pastor Kumarvaram Suresh. Pastor P.R. Baby and Baby will be giving the token of love. A louder applause. Thank you so much, Pastor. Thank you all, people of God. Now I request Samuel Wilson to come on the stage to receive the memento. A louder applause for Samuel Wilson. I also call Viju Kuminat to come on the stage. Please, Viju Kuminat, please come on the stage. Thank you so much, Viju Kuminat. Also, I request Tanjavur Williams to come on the stage. Thank you, Biju. Tanjavur Williams, we are happy to have you here in Trivandrum. Thank you so much. Shall we all clap our hands? I also call that little girl Pooja to come on the stage for her wonderful song, Pooja. Please come on the stage. I also call Monsi Patandata to be on the stage to receive the memento. As I call the names, please line up very fast as we are running short of time. Thank you, Pooja. It's been wonderful being with you. It was a good song. God bless you. Monsi Patandata. I also call the youth of Faith City Church, one of them representing, to receive the memento as a token of love. Please come forward. Anybody from Faith City Church youth? Okay. I also call the skit who have been performed by Jay Olson. Somebody come on the stage. Thank you so much. Please receive the memento on behalf. Yes. That's for the Faith City Church and the skit performed by Jay Olsabam. Thank you so much. A louder applause. I also thank Reggie K. Lucas, Nunabaksha Commission member. Yes, to receive on the stage. Maharashtra. So it's a really blessing to have you here. Thank you so much. God bless you. And I think we have almost done with the people. I also call Solomon to come on the stage because he has been running around. Thank you, Solomon. Please come on the stage. And to all conveners, and to all people, to all volunteers,
A big thank you from the bottom of my heart. സമയത്തിന്റെ പരിധി മൂലം എല്ലാ പേരുകളും വിളിക്കാൻ സാധ്യമല്ല. എന്നാൽ പേരുകൾ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്തത് ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ ചെയ്തത് സ്വർഗം ഓർക്കുന്നു. ഈ ശംഖും ഏരിയയിൽ പ്രവർത്തിച്ച എല്ലാ കൺവീനേഴ്സും ഒന്ന് വേഗത്തിൽ സ്റ്റേജിൽ വരണമെന്ന് സ്നേഹം ഓർപ്പിക്കുന്നു. All conveners, please come to the stage very fast. Very fast. All conveners, Pastor Paul, other pastors, please come to the stage. Thank you so much. It has been a great blessing. Please come fast. കരങ്ങളടിച്ച Thank you so much. ഇവരെല്ലാം നമുക്ക് അനുഗ്രഹിക്കാം. Pastor Paul, എല്ലാവരും കരങ്ങളടിച്ചാൽ. Louder applause for these people who have prayed and worked. And to all men of God, we might have missed your names, but God never misses your name. Hallelujah. So thank you once again. Thank you all pastors and people of God. To all people, to all the crews, a wonderful and a big thank you. The mementos are being given. Thank you people of Trivandrum, church members, photographers, media team, and all the people who have prayed for this great event for the glory of God. All round of applause for Mighty Thunder 2014. As we have seen the blessing of God, let peace prevail upon the world and the nation. Are you ready? Are you ready? Put your hands together once again for Mighty Thunder. People of God, Stephen Davesy, louder applause for the final grand finale. Yes.
में मुक्ति, जिस नाम में शक्ति, जिस नाम में शांति, देता वो नाम शानदार। जिस नाम में मुक्ति, जिस नाम में शक्ति, नाम में शांति, देता वो नाम शानदार। जिस नाम में जिंदगी, जिस नाम में बंदगी, यीशु तेरा नाम सबसे ऊंचा है। यीशु तेरा नाम सबसे ऊंचा, यीशु तेरा नाम सबसे ऊंचा है। ओ यीशु तेरा नाम सबसे सबसे ऊंचा है। यीशु तेरा नाम सबसे ऊंचा, यीशु तेरा नाम सबसे ऊंचा है। यीशु तेरा नाम सबसे ऊंचा। ഓക്കെ, നിങ്ങളെല്ലാവരും കേട്ടില്ലേ പറഞ്ഞതെല്ലാം? ഓക്കെ, ദാറ്റ്സ് കോൾഡ് ഗോസ്പൽ. എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. there are a lot of believers here. I'm speaking about there. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവരെപ്പോഴും ഞാൻ പള്ളിയിലൊക്കെ കാണാറുണ്ട്. എനിക്ക് അല്ലാത്തവരെ കാണുന്നുണ്ട്. അല്ലാത്തവർ ഇവിടെ ഉണ്ടോ? Okay, I want to see them because I want to share my gospel. അതിനു മുമ്പ് എനിക്ക് പറയാൻ I want to just introduce one person. He is my mentor. Always എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന Pastor സുരേഷ് ബാബു. He's here. One of the powerful minister. He's a pastor. Thank you so much for coming, Pastor. Thank you so much for supporting. എനിക്ക് വേണ്ടി എപ്പോഴും എന്നെ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ എന്നെ വിളിക്കാറുണ്ട്. Thank you so much for supporting all the time. And I want to thank you, Babu George Pastor. He's my family pastor. Thank you so much, Pastor, for coming. Thank you for supporting my family too. അങ്ങനെ കുറെ പേര് ഇവിടെ ഉണ്ട്. അതിനു മുമ്പ് ഈ സ്റ്റേജിൽ നിൽക്കുന്ന കലാകാരന്മാരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. Our band is called Solid. Solid എന്ന് പറഞ്ഞാൽ we are one of the most busiest band in Kerala in India. So അവരെ പരിചയപ്പെടില്ല. ഓക്കെ, അവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫ്യൂഷൻ വായിക്കാം. ഓക്കെ, ഷമ്മി ഈ വോളിയം ഇനിയും കുറയ്ക്കാം. 1 2 ചെക്ക് 1 2 1 2. എൻ്റെ കീബോർഡ് അവിടെ കുറയ്ക്കാം. 1 2. ഓക്കെ, എനിക്ക് എൻ്റെ കൂടെ ആർട്ടിസ്റ്റുകൾ എൻ്റെ കൂടെ 7 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും ഞങ്ങൾ ട്രാവലിംഗ് ആണ്. ഞങ്ങൾ ഈ ട്രാവൽ അവരല്ലാതെ തന്നെ അവർ പല പ്രോഗ്രാംസ്, they are professional in their own field. So I want to introduce my band members. On the flute and saxophone, one of the best flautists in India, Josie from Alabi. He's a composer, he's an arranger. എല്ലായിടത്തും ഹരിഹരൻ, ശങ്കർ മഹാദേവൻ, അങ്ങനെയുള്ള ലീഗിലുള്ള ആൾക്കാരുടെ കൂടെ എപ്പോഴും പെർഫോം ചെയ്യുന്നതാണ്. പല സിനിമകളിലും മലയാളം, തമിഴ്, അങ്ങനെയുള്ള എല്ലാ സിനിമകളിലും പെർഫോം ചെയ്യുന്നതാണ് ജോസി. ജോസി ഈസ് വിത്ത് മീ ഫോർ പാസ്റ്റ് 7 years and he always is one of the core member of the band. So that is Josie. I want to introduce my percussionist. എത്ര പേര് തൃശ്ശൂർ ഉണ്ട്? ഇത് തിരുവനന്തപുരം അറിയാം, പക്ഷെ തൃശ്ശൂരുകാരെല്ലാം തൃശ്ശൂർ ഇല്ല അല്ലെ? എല്ലാം തിരുവനന്തപുരമാണ്. Okay, all the way from Trichy, one of the best percussionists in India, Shomi Davis. Shomi is a specialist in Latin music, but other than that, he is an 8th grade drummer in Trinity College of Music, London. And he's a drum teacher too. He got a lot of disciples in his place. Shomi ഞങ്ങളോട് എപ്പോഴും ട്രാവൽ ചെയ്യാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് Shomi ഞങ്ങളോട് ട്രാവൽ ചെയ്യാം. So that is Shomi. Okay, ഞങ്ങളുടെ baby of the band, one of the newcomer in the band, the lead player, Derwin from Alabi. Derwin is a lead guitar player. He is a student in Music Lounge School of Audio Engineering. Derwin പക്ഷേ ഞങ്ങളുടെ travel here. He is a newcomer. So that is Derwin. He is a very talented young man. I want to introduce my drummer, one of the best drummer in India, Nirmal Savior. Nirmal Savior is from a rock music background. After that, he is into pop music. Now he's into fusion. He's into everything. He got music school in Bangalore and Cochin as well.
Nirmal travels with us for past 7 years. So that is Nirmal Savior. Okay, കോട്ടയം അച്ചായന്മാർ എത്ര പേര്? കോട്ടയം അച്ചായന്മാർ എവിടെ പോകുമ്പോൾ കോട്ടയംകാരെ കുറെ പേരെ കാണാം. ആ നീ ഇവിടെ കണ്ടാണ് അമേരിക്കയിലൊക്കെ പോയ കോട്ടയം. ഓക്കെ, all the way from കോട്ടയം അച്ചായന്മാരുടെ നാട്ടിൽ നിന്ന് one of the best bass player in the country, Josie John. Josie is one of the most prominent bass player in the country. His solo is very unique. He is one of the best. എല്ലാ ഫിലിമിലും ഗോസ്പൽ ആൽബം ആണെച്ചാലും എന്താണെങ്കിലും ഷോ ആണെങ്കിലും ഏത് ആൾക്കാരുടെ കൂടെ ജോസി പെർഫോം ചെയ്യാറുണ്ട്. ജോസി an individual artist. He is with us for past 7 years. So that is Josie. I want to introduce my sound engineer. ഇത് പറയാം എത്ര തിരുവനന്തപുരം, all the way from Trivandrum, one of the best young sound engineer in the country, Shami. Shami is very talented young man. ഷമ്മിക്ക് സ്വന്തമായിട്ട് സൗണ്ട് ഉണ്ട്. അല്ലാതെ തന്നെ ഷമ്മി എക്സ്ക്ലൂസീവായിട്ട് he go for സെഷൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകാറുണ്ട്. he travels with me, he travels with us, he travels with ഹരിഹരൻ, അങ്ങനെയുള്ള കുറെ പേരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ് ഷമ്മി. താങ്ക് യു സോ മച്ച് ഷമ്മി, താങ്ക് യു സോ മച്ച്. ഷമ്മി ഒരു സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഷമ്മി സ്കൂൾ മീൻസ് സൗണ്ട് എഞ്ചിനീയറിംഗ്. അതായത് ടെന്നീസൺ എന്ന് പറഞ്ഞൊരു ലെജൻഡ് തിരുവനന്തപുരത്തുണ്ട്. അഗെയിൻ ടെന്നീസൺ, one of the prominent ടെന്നീസൺ ചേട്ടന്റെ ഒരു ഡിസൈപ്പിൾ ആണ്. പക്ഷേ he has his own stand, he travels, he got his own production. So that is Shami. Thank you so much Shami. And I want to introduce my manager there, Thomachan is traveling with me always. എല്ലാവരും ഞങ്ങളോട് വർക്ക് പോകാറുണ്ട്. തോമാച്ചന്റെ ബോസാണ് സാം ദേവസി. he is my manager, he is my personal manager. സാം ദേവസി എന്റെ ചേട്ടനാണ്, ചേട്ടന്റെ അസിസ്റ്റന്റ് ആണ് തോമാച്ചൻ. തോമാച്ചൻ also travels with me. I want to introduce Vijesh Shibin from Amrita TV and a lot of guys supporting me from Music Lounge, Audio Technology, of the students and കൂടെ travel ചെയ്യുന്നത്. Thank you so much guys. So ഇതാണ് ഞങ്ങളൊരു ഫ്യൂഷൻ വായിക്കട്ടെ. Okay, this is the fusion called Rasigapriya. Rasigapriya is the last ragam of Carnatic music. 72 മേളകർത്ത രാഗത്തിലെ അവസാനത്തെ രാഗമാണ് Rasigapriya. അതിലെ ഒരു ഫ്യൂഷൻ ആണ് going to perform. So please listen to it. Okay, ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ പേരറിയാം. ഞാൻ ജനിച്ചത് 18 വയസ്സ് വരെ ജീവിച്ചത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല ഒറ്റപ്പാലത്താണ് ഞാൻ ജീവിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങാൻ വേണ്ടി ഞാൻ മദ്രാസിൽ പോയി കുറേ കലാകാരന്മാർ, മ്യൂസിക് ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്തു. 6 വർഷമായിട്ട് മദ്രാസിലാണ്. ഇപ്പോൾ ബോംബെയിലാണ് ജീവിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ വൈഫായിട്ട് ബോംബെയിൽ ജീവിക്കുന്നു. താങ്ക് യു. Thank you.
ഓക്കേ, ഇഷ്ടപ്പെട്ടോ? ഇവിടെ അവിടെ ഇഷ്ടപ്പെട്ടോ? നിങ്ങള് ഭയങ്കര എനർജിയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും കലിപ്പുകൾ കുറച്ചു നേരം കൂടി ഉണ്ടാവും. ഓക്കെ, ബിഫോർ ദാറ്റ് ഐ വാണ്ട് ജസ്റ്റ് എനിക്ക് 2-3 കാര്യം പറഞ്ഞിട്ട് ഒരു പാട്ടിലേക്ക് കടക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക്കും കൂടെ കഴിഞ്ഞാൽ ഐ തിങ്ക് പറഞ്ഞ സമയം. യാ, ഓക്കെ, ഓൾമോസ്റ്റ് ഡൺ. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്നൊരു നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒറ്റപ്പാലാണ് എൻ്റെ നാട്. എൻ്റെ നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ പാടങ്ങൾ മാത്രമേ ഉള്ളൂ, കുറേ മരങ്ങളുണ്ട്, പിന്നെ ഞങ്ങളുടെ കുറച്ച് ചെറിയ വീടുകളുണ്ട്. ഇതാണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തിൻ്റെ ഭംഗി ഇനിയും കളഞ്ഞിട്ടില്ല. ഭാരതപ്പുഴ എപ്പോഴും ഓടുണ്ട്, വെള്ളമില്ല, കുറേ മണലുണ്ട്. ഞങ്ങളുടെ എല്ലാ വർഷവും ഞങ്ങളുടെ അവിടെ കൺവെൻഷൻ നടത്തും, ഭാരതപ്പുഴ കൺവെൻഷൻ. പാസ്റ്റർ സുരേഷ് ബാബു അങ്ങനെയുള്ള വലിയ വലിയ പാസ്റ്റേഴ്സൊക്കെ അവിടെ വന്ന് പ്രസംഗിക്കാറുണ്ട്. സോ ഐ ഓൾസോ ഇൻവൈറ്റ് യു പേഴ്സണലി സം ടൈം. ഇഫ് ഐ ഗെറ്റ് യുവർ ഡേറ്റ് പ്ലീസ് കം ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു നാട്ടിൽ ജീവിച്ചതാണ്. 10 വയസ്സായപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും മ്യൂസീഷ്യൻസ്, ആരുമില്ല. എനിക്കൊരു സാക്കിർ ഹുസൈൻ്റെ മോനായിട്ട് ജനിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. PK ദേവസിയുടെ മകനായിട്ട് ജനിച്ചത്. എൻ്റെ ഡാഡി ഒരു സാധു കുടുംബത്തിൽ ജീവിച്ച് ഗൾഫിൽ ജോലി എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 10 വയസ്സായപ്പോൾ എനിക്കൊരു ചെറിയൊരു പനി വന്നു. എൻ്റെ മമ്മിയുടെ പെറ്റായിരുന്നു ഞാൻ. My mom loves me so much. I don't know why. She still loves me so much. I am the youngest in the family. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ചെറുത്. അതുകൊണ്ടായിരിക്കണം she put me as I was spoiled actually. 10 വയസ്സ് കഴിഞ്ഞപ്പോൾ പനി വന്ന് പനി മാറുന്നില്ല. പനി മാറാണ്ട് കുറേ മരുന്ന് കഴിച്ചു നോക്കി. എന്തോ ഒരു വീക്കായിട്ട് എൻ്റെ ബോഡിയിൽ ഇടപെടുന്നത് എൻ്റെ മമ്മിക്ക് തോന്നി. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർക്ക് ഒരു കാര്യം പിടികിട്ടി. അതായത് ഒരിക്കലും മാറാൻ പറ്റാത്തൊരു അസുഖം, ദാറ്റ് ഈസ് കോൾഡ് ലുക്കീമിയ. ആ സമയത്ത് ഇന്ന് ലുക്കീമിയയ്ക്ക് കീമോതെറാപ്പി ഉണ്ട്, ദാറ്റ്സ് കോൾഡ് ബ്ലഡ് ക്യാൻസർ. അപ്പോൾ അന്ന് അതിന് ഇന്ന് കീമോതെറാപ്പി ഉണ്ട്. അന്ന് അതിന് വലിയ ട്രീറ്റ്മെൻറ്റ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തൊരു മരുന്ന് കഴിച്ചതിൻ്റെ റിയാക്ഷനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എൻ്റെ മമ്മി ഇത് കേട്ട ഉടനെ മമ്മി കൊളാപ്സായി. കൊളാപ്സ് മീൻസ് മമ്മി ഇല്ലാതെയായ മാതിരി തോന്നി. അതൊരു ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് എൻ്റെ ചർച്ചിലെ മെമ്പേഴ്സ് എല്ലാവരും ദേ അലൗഡ് മൈ ചർച്ച് ടു പ്രേ ഫോർ മീ എവറി ഡേ. എല്ലാ ദിവസവും വൈകുന്നേരം ചേർച്ച് വന്ന് എൻ്റെ പള്ളിക്കാരെല്ലാവരും വന്ന് ബൈബിൾ വായിക്കും. എന്താ സംഭവിക്കുന്ന ഒരു പിടിയില്ല, പക്ഷെ അതിൻ്റെ ഉദ്ദേശമുണ്ട്. when God do something, there is a reason behind. ദൈവം ചിലപ്പോൾ ഞെരുക്കത്തിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ there is a big thing gonna happen. I never thought that I will be a musician, I will be a professional like this. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഞാനൊരു പ്രൊഫഷണൽ കലാകാരനാവും, ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ കൂടെ വായിക്കാനുള്ള അവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അമ്മ പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും, എല്ലാവരും വന്ന് വായിക്കും. ഞാൻ ഏകദേശം ഒന്നുമില്ലാത്തൊരു രൂപമായി. ഒരു എല്ലിൻ്റെ കൊട്ട, ഒരു ട്രൗസറും ഒരു ഷർട്ടും ഇട്ട് ബെഡിൽ കിടക്കുക. ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടേക്കോ, സമാധാനമായിട്ട് പോകട്ടെ. മമ്മിക്ക് നല്ല ചെറിയൊരു ഹോപ്പ്. അങ്ങനെ ഹോസ്പിറ്റലിൽ വാർഡിൽ കിടക്കുമ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ അതേമാതിരി വൈകുന്നേരത്തെ പ്രെയറിൽ വന്ന് സംസാരിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പൈതൽ, എനിക്ക് 10 വയസ്സല്ലോ, ഈ പൈതൽ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ വേണ്ടി പോവുക. Everyone said that. Then people felt, sorry, ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് because when I get emotional I attempt to speak in English. They felt that this pastor is speaking rubbish. ഈ പാസ്റ്റർ വിഡ്ഢിത്തം പറയുകയാണെന്നൊരു ഡൗട്ട് അവിടെ എല്ലാവർക്കും തോന്നി. ഏകദേശം ഒരാഴ്ച സമയം തന്ന് എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ട് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു കുട്ടിക്ക് ഒരാൾ വന്നിട്ട് പറയാ ഇവൻ ലോകം മുഴുവൻ സഞ്ചരിക്കാന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? എന്തോ വിഡ്ഢിത്തം വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകളഞ്ഞു. പക്ഷെ ആ പാസ്റ്റർ അവിടെ വരാനും അതിനൊക്കെ മുകളിലൊരാൾ സ്റ്റിയറിംഗ് വിട്ടിരിക്കുക. There is another bigger energy more than he made the heaven and earth. ഈ ഭൂമിയും സ്വർഗമൊക്കെ ഉണ്ടാക്കിയ ആ ശക്തി പറഞ്ഞു വിട്ടു വന്നിരിക്കുക. പറഞ്ഞു കഴിഞ്ഞു. അന്ന് രാത്രി ഞാൻ ഉറങ്ങി. പിറ്റേ ദിവസം എൻ്റെ ബോഡിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല. ഒന്നും ഓർമ്മയുണ്ടല്ലോ. ഞാനന്ന് എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളൂ. ഞാൻ തിയേറ്ററിലൊക്കെ ഇരിക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ അന്ന് എൻ്റെ അസുഖം ഭയങ്കരമായി കൂടി. അന്ന് ICU എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കയറ്റി. അന്ന് രാത്രി മുഴുവൻ കഴിഞ്ഞ് ഡോക്ടർ വാസ് സാറ്റ്. ഡോക്ടർ അലക്സാണ്ടർ തോമസ് he sat and that morning he said രക്തം വേണം, you need blood. രക്തം വേണം. എൻ്റെ രക്തം അന്ന് ഒരു റെയർ ആയിട്ടുള്ളൊരു ബ്ലഡായിരുന്നു.
എൻ്റെ കൂട്ടുകാരൻ എന്നെ കാണാൻ വന്നു. ആ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ ബ്ലഡ് അതായിരുന്നു. എനിക്ക് 2 കുപ്പി ബ്ലഡ് തന്നു. ഞാൻ പറയട്ടെ, ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ അസുഖം പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. അത് ക്യാൻസറാണോ പനിയാണോ അത് എന്ത് വിഷയമാകട്ടെ, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള മാരകമായ അസുഖം വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ സ്ലോ ഗ്രാജുവൽ പ്രോഗ്രഷൻ ഹാപ്പനിങ് ഇൻ മൈ ബോഡി. ഒരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എനിക്കൊരു തലോണ ഉണ്ടായിരുന്നു. ആ തലോണയായിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നുപോയി. ഐ വെന്റ് ബാക്ക്. I know that there is only one power who can do that. That is power of Jesus. I was healed actually. എനിക്കൊരു ഹീലിംഗ് ആയിരുന്നു ആ ഒരു ആഴ്ച നടന്നത്. അത് കഴിഞ്ഞ് ഞാൻ 18 വയസ്സ് വരെ ജീവിച്ചു. 18ാമത്തെ വയസ്സിൽ ഞാൻ NCC കാഡറ്റായിട്ട് ഒരു ഞങ്ങളുടെ കോളേജിൽ ഞാൻ വോളണ്ടിയർ ആയിരുന്നു. ബ്ലഡ് ടെസ്റ്റിംഗ് ക്യാമ്പിൽ നടന്ന് ചെയ്തപ്പോൾ എൻ്റെ ബ്ലഡ് എനിക്ക് നന്നായിട്ട് അറിയാം. അവർ പറഞ്ഞു, ഒന്നുകൂടി നിന്റെ ബ്ലഡ് നീ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, എന്നിട്ട് പറയാം. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പ് അല്ല എൻ്റെ ബ്ലഡ്. ഞാനാകെ ഞെട്ടിപ്പോയി. ഇതെന്താ സംഭവിക്കണത്? ഇത്ര നാൾ എൻ്റെ അടുത്ത് മമ്മി എപ്പോഴും പറയാറില്ല. പക്ഷെ മമ്മി എൻ്റെ അടുത്ത് ഒരിക്കലും എനിക്ക് അസുഖമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്കൊരു പനി വന്നിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരെ മമ്മിക്ക് പറയാൻ പേടി, ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ എൻ്റെ ചേച്ചിക്ക് അറിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, മമ്മി ഇങ്ങനെ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ വേറെ ബ്ലഡാണ് പറഞ്ഞത്. അപ്പോൾ മമ്മി ആകെ ഞെട്ടിപ്പോയി. മമ്മി കുറേ പഴയ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് പിന്നെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പിന്നെ കണ്ടു. ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു, സെയിം ബ്ലഡ്. പുതിയതായിട്ട് പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പാണ് വന്നത്. ഇത് AB പോസിറ്റീവ്. അത് കഴിഞ്ഞ് ഡോക്ടർ എന്നെ കാണുമെന്ന് പറഞ്ഞു. സുഖം തന്നെയാണോ? നിന്റെ മരുന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, നീ കടലാസിൽ വെച്ചിട്ട് നീ വീട്ടിൽ പോയിട്ട് പിന്നെ മരുന്നേറെ പോയാൽ മതി, വീട്ടിൽ പോയിട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ മമ്മി ടെൻഷൻ അടിച്ചിട്ട് മമ്മി പോണ വഴിക്കണ നോക്കി എന്ത് മരുന്ന് എഴുതിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതൊന്നും എഴുതിയിട്ടുള്ളൂ, there is one thing, it is a miracle. So I know that it is a miracle. I know that God is working through me. ഞാൻ അന്ന് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് എടുത്തതാ. അന്ന് എനിക്കൊരു കീബോർഡ് കിട്ടി, ഡാഡി കൊണ്ടുവന്ന കീബോർഡ്. അത് വെച്ച് ഞാൻ പതുക്കെ വായിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻസ്പിറേഷന് പറയാം. ഞാനൊരു ബ്ലഡിൽ ഉണ്ടായിട്ടുള്ളൊരു കലാകാരനല്ല, കുടുംബ പാരമ്പര്യമായിട്ട് വന്നൊരു കലാകാരനല്ല ഞാൻ അങ്ങനെ വന്നതാ. ഒരു ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ആ സിദ്ധി കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പറയാം, ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് അഗെയിൻ, ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ സംതിങ് സ്പെഷ്യൽ ഓർ യു ഗോട്ട് എ സ്മോൾ സ്പെഷ്യൽ ടാലന്റ്, ചിലപ്പോൾ ചെറിയതായിട്ട് ചിത്രം വരയ്ക്കാനോ, ചിലപ്പോൾ ഒരു മാങ്ങ വരച്ചിട്ടുണ്ടാവും, ഒരു മരം വരച്ചിട്ടുണ്ടാവും, അല്ല ചെറിയതായിട്ട് സംസാരിക്കുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ടുണ്ടാവും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ പാട്ടാണ്, രണ്ടുപേരും നിങ്ങൾ പാട്ട് പാടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. യു പ്രാക്ടീസ്. ഞാൻ ഹാവ് വർക്ക്ഡ് എ ലോട്ട്. ഞാൻ ഒരു ദിവസം 8-10 മണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഐ യൂസ് ടു പ്രാക്ടീസ് എവറി ടൈം ബിക്കോസ് ഐ നോ ദാറ്റ് ഇതെനിക്ക് ദൈവം തന്ന സ്ഥിതിയാണ്, എനിക്ക് പോളിഷ് ചെയ്യണം. ദിസ് ഇസ് മൈ ഡ്യൂട്ടി ടു വർക്ക് ഓൺ ദ ടാലന്റ് ദാറ്റ് ഗോഡ് ഹാസ് ഗിഫ്റ്റഡ്. അതിന് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ ദാറ്റ് ഇത് പിന്നെ എനിക്ക് വന്നിരിക്കുന്ന അവസരങ്ങളെല്ലാം അവിടുന്ന് മോളിൽ നിന്ന് എനിക്ക് തന്നതാണ്. ഓരോരുത്തർ പ്രോഗ്രാമിന് വേണം, അവിടുന്ന് ഒരാളെന്നെ വിളിക്കും, നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് വരും, അങ്ങനെ ഒരു നമ്പർ ചോദിക്കും. അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. അല്ലാതെ ആരെന്നെ പൊക്കിക്കൊണ്ടിട്ടില്ല, ഒരു മനുഷ്യന്മാരെന്നെ പൊക്കി. ഐ ഹാവ് ടു സിൻസിയർലി താങ്ക്സ് ദാറ്റ് മീഡിയ ഹാസ് സപ്പോർട്ടഡ് മീ സോ മച്ച്. അന്നും ഇന്നും എന്നെ മീഡിയ എപ്പോഴും എൻ്റെ പ്രോഗ്രാംസ് എല്ലാം റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ റിയാലിറ്റി ഷോ വഴി വന്നു. എല്ലാം നിങ്ങളെല്ലാം പ്രോഗ്രാം കാണുന്നത് TV വഴിയല്ലേ. സോ ഇതിൻ്റെയൊക്കെ ഒരു കാരണക്കാരൻ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഈ കഴിവ് തന്ന ദൈവമാണ്. God is my creator and he gave me the talent and he is my healer and he is my everything. So I will give every time. So once you feel that you are talented, you really work hard, and if you God feel that he want to lift you, sure you're going to be the next person who going to stand for and be an example for Jesus. Are you ready for that? Practice here, അത് hard work here. പിന്നെ ഇത് കണ്ടത് ഇപ്പോൾ I am so happy about all these things. ഇന്നലെ ഞാൻ പേപ്പർ വായിച്ചപ്പോൾ സന്തോഷം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് മുഴുവൻ പോവാ. മദ്യം പറയണ ഈ നാട്ടിൽ നിന്ന് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല കുടുംബങ്ങളും ഇല്ലാണ്ടായി. പ്ലഷറിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്, അത് ചിലപ്പോൾ അത് മാനേജ് ചെയ്ത് പോകും. പക്ഷെ അല്ലാതെ പല കുടുംബങ്ങൾ പട്ടിണിയായി ബിക്കം സൂയിസൈഡ്. അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാടിന് വേണ്ട. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താ ഒന്നും സേഫ്റ്റിയേ അല്ല. പെണ്ണുങ്ങൾക്ക് അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പറ്റുന്ന കുറേ ആൾക്കാർ. ഇറ്റ് ഈസ് നോട്ട് സേഫ് എനിമോർ. നമുക്ക് സേഫ്റ്റി ഒരു ശക്തിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം മാത്രം. ഇഫ് ഗോഡ് മേക്സ് യു ഫീൽ safe, then you are safe every time. Anything comes in your life, you are safe every time. So believe in him. അപ്പൊ അങ്ങനെയുള്ള നല്ല നന്മകളെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കട്ടെ. കേരളം വളരെ നല്ലൊരു സ്റ്റേറ്റ് ആണ്. അത് ഇനി എങ്ങനെ പോട്ടെ, ഇങ്ങനെയുള്ള പല പ്രോഗ്രാംസ് വരട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം വരട്ടെ. അങ്ങനെ let's peace be on this in the state and this country and this whole world, so we will become special to one person, that is God. Amen. You believe that? I want to sing a song which inspired me always.
This is about a person who came to this world, who created, who is more than fame, who is more than wisdom, who is more than money, who is more than everything. And he was crucified, and he was hung between two thieves. But the third day he resurrected, and he is sitting in heaven and pleading for us. Above all powers, above all kings, above all nature and all created things, above all wisdom and all the ways of man, you are here before the world began. Above all kingdoms, above all thrones, above all wonders the world has ever known, above all death and treasures of the earth, there's no way to measure what you worth. Crucified, lay behind the stone, you live to die, rejected and alone, like a rose trampled on the ground. You took my fall, thought of me. Crucified, lay behind the stone, you live to die, rejected and alone, like a rose trampled on the ground. You took my fall, thought of me above all, like a rose trampled on the ground. You took my fall, thought of me above all. Okay, have you enjoyed? Okay, ആർക്കൊക്കെ ഡപ്പം കുത്തു വേണം?
ഓക്കെ, ഇതിന്റെ ഒരു സെറിനിറ്റി ഞാൻ കളയുന്നില്ല, അധികം ഞാൻ പാസ്റ്റർമാരെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നില്ല. പക്ഷെ I have to say this is the last piece that we are going to perform. ഒന്നുകൂടി I have to say sincere thanks to the wonderful church, Faith City Church, for bringing up this concept, not bringing us here. ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് Faith City എന്ന് പറഞ്ഞ ചർച്ചാണ്. So thank you so much Pastor Pia baby and family and all the pastors who are supporting them. അവർക്ക് ആദ്യം നല്ലൊരു കൈയൂടി കൊടുത്തേ. Okay, and I want to call one person who was literally working behind. ഒരു പാട്ടിൽ അദ്ദേഹത്തിന്റെ പേര് ഭയങ്കരമായിട്ട്, ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ വിശ്വാസികളൊക്കെ എന്നെ കൊണ്ട് ഇടിക്കും. ഞാൻ പേര് വിളിക്കാം, അപ്പൊ നിങ്ങൾക്ക് ആ പാട്ട് ഏതെന്നറിയാം. I want to call Lali uncle here. Lali uncle, thank you so much. This person was really behind. എന്നെ ഫസ്റ്റ് ഡേറ്റ് എടുത്തതും എന്നെ ഇവിടെ വിളിച്ചതും അത് കഴിഞ്ഞ് ഡേറ്റ് ചേഞ്ച് വരുത്തി. കുറേ വിഷയങ്ങളുണ്ടായിരുന്നു, കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ മഴ പെയ്യുന്ന ഒരു സൂചന കിട്ടി. എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കുക, ഈ മഴ. ഇന്നിവിടെ ഒരു മഴ പെയ്തില്ല. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്രെയർ ഓഫ് ദ ചർച്ച് ആൻഡ് യു ഇൻക്ലൂസീവ് യു. കുറേ പേര് അങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഐ ഹാവ് ടു സേ സിൻസിയർ താങ്ക്സ് ഹു സപ്പോർട്ടഡ് ആൻഡ് ഇൻവൈറ്റിംഗ് മീ ഹിയർ ആൻഡ് മൈ ബാൻഡ്. താങ്ക് യു സോ മച്ച് ലാലി അങ്കിൾ. അത്രയും നല്ല പ്രോഗ്രാംസ്, ഇങ്ങനെ നല്ല പ്രോഗ്രാംസ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. സോ ക്യാൻ യു ജസ്റ്റ് ഗിവ് എ ബിഗ് അപ്ലോസ് ടു ദം. പിന്നെ ഏറ്റവും വലിയ കൈയ്യടി ആർക്കും വേണ്ടെന്നറിയോ? നിങ്ങൾക്ക്. താങ്ക് യു സോ മച്ച്. ഈ ഒരു ദിവസത്തിൽ പല ദൂരത്തു നിന്നും വന്നിട്ടുണ്ട് കുറേ പേര്. ബസ്സുകൾ ഒക്കെ എടുത്ത് അവിടുന്ന് എറണാകുളത്ത് നിന്ന് അങ്ങനെയുള്ള കുറേ ഉൾനാട്ടുകളിൽ നിന്നും വന്നിട്ടുള്ള കുറേ നാട്ടുകാരുണ്ട്, വിശ്വാസികളുണ്ട്, ചർച്ച് മെമ്പേഴ്സ് ഉണ്ട്. അല്ലാതെ ഇവിടുന്നുള്ള ബീച്ചിൽ കാണാൻ വന്ന നാട്ടുകാർ, ആ പെട്ടിക്കട ഐസ്ക്രീം കട നടക്കുന്ന ചേട്ടന്മാരെയും എല്ലാവരും, പോലീസുകാരും എല്ലാവരും, അവിടെ ബിൽഡിംഗ് നിൽക്കണ എല്ലാവരും, ഇവിടെ വണ്ടിയിൽ പോകുന്ന എല്ലാവരും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് റിസീവിംഗ് സംതിങ് സ്പെഷ്യൽ ടുഡേ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മ്യൂസിക്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് enthusiasm, it's something true that we have spoken. So thank you so much for supporting. Hello guys, there. Okay, thank you so much once again. This is the last piece. Thank you.
Thank you, Stephen. A loud applause for Stephen and his band. A louder applause. Thank you so much for coming to this occasion. It's been a great pleasure. I'd like to thank Rennie, Anish and Hannah for supporting on the stage management. Now I request Pastor Jose Baby to come forward and conclude the prayer, and thereafter benediction by Pastor Cletus. I just want to say sincere thanks to Audion Pre-Acoustics and Stage Lightings Private Limited. They were supporting the sound system. Thank you so much, Audion. Thank you so much. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ പരമപിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യേണ്ട കർത്താവേ. ഈ തീരദേശത്ത് മൈറ്റി തണ്ടർ പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പലതും അനുകൂലമല്ലായിരുന്നു. എന്നാൽ സകലത്തെയും അനുകൂലമാക്കി ഞങ്ങൾക്കായി ഒരു മിറക്കിൾ കർത്താവ് ചെയ്തതിനാൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യേണ്ട കർത്താവേ. ഏലിയാവ് 3 ആണ്ടും 6 മാസവും മഴ നിർത്തലാക്കിയെങ്കിൽ ഞങ്ങൾ ചോദിച്ചത് 48 hours ആയിരുന്നു. ആ 48 hours ഞങ്ങൾക്ക് ദാനമായി ഈ പ്രകൃതിയെ നിയന്ത്രിച്ച് ഞങ്ങൾക്ക് അനുകൂലമാക്കിയ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. ഇതിൽ മെസ്സേജ് ഇങ്ങോട്ട് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ PR ബേബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫെയ്ത്ത് സിറ്റി ചർച്ചിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാർവസ്റ്റ് TV പ്രവർത്തകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡെന്നിസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പേരുകൾ എടുത്തു പറഞ്ഞില്ലെങ്കിലും ഈ തീരദേശത്ത് കർത്താവെ നൂറുകണക്കിന് ആമേൻ ദൈവമക്കൾ, നൂറുകണക്കിന് ആമേൻ പ്രേക്ഷകര് കർത്താവെ ഇതിന് മുൻപിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അവരെല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവെ, അയച്ച വചനം അതിന്റെ കാര്യം സാധിപ്പിച്ച് മടങ്ങി വരുമെന്ന് അങ്ങയുടെ മട്ടമില്ലാത്ത വചനമാകിയാൽ ഈ തീരദേശത്ത് പ്രഘോഷിച്ച ദൈവത്തിന്റെ വചനം അയച്ച കാര്യം സാധിപ്പിച്ച് ഞങ്ങളുടെ രാജ്യത്തെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മാരകമായ വിഷയത്തിൽ നിന്നും ജനത്തെ വിടുവിച്ച് രക്ഷകനായ യേശുവിന്റെ അടുക്കലേക്ക്, സമാധാന പുത്രന്റെ അടുക്കലേക്ക് വന്നു ചേരുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മ സംസർഗവും കാവലും കൂട്ടായ്മ സഹവാസവും ഇന്ന് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും, ഇവിടെ എല്ലാ കർത്താവിന്റെ ദാസന്റെ പേരും, സ്റ്റീവൻ ദേവസിയുടെ പേരും, ടിമ്മങ്ങളുടെ പേരും കർത്താവെ അങ്ങയുടെ വരവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാനെ ഒന്നിച്ച് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിൽ കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കൾക്കും വിശ്വാസികൾക്കും കർത്തദാസന്മാർക്കും ഞങ്ങളുടെ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.